വിശുദ്ധ ഖുർആനിൻ്റെ സത്യതയെയും നിത്യതയെയും സംബന്ധിച്ച് ഏതാനും ചില വിശദീകരണങ്ങളും മഹാഗ്രന്ഥത്തിന് നേരെ ഉയരുന്ന വിമർശനങ്ങളെ സംബന്ധിച്ച ചില നിവാരണങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ കലാമാണ്, അവൻ അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥവുമാണ് വിശുദ്ധ ഖുർആൻ. അതേ സംബന്ധിച്ച് ഏതു കാലമെന്ന പോലെ പുതിയ കാലവും അനുകൂലിച്ചും സന്ദേഹിച്ചും ചർച്ചകളിൽ വ്യാപൃതമാണ്. ചിന്താപരമായ സജീവത ഏതു കാലത്തും നിലനിർത്തുക എന്ന അനിതര സാധാരണമായ ഒരു കാര്യം ഖുർആനിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. അതേ സംബന്ധിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ സ്വല്പം കഴമ്പുള്ള പ്രസക്തമായ ചിലതിനെയാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത്. അതിനു മുമ്പ് എന്താണ് അള്ളാഹുവിൻ്റെ കലാം എന്നൊന്ന് നമുക്ക് പരിചയപ്പെടണം. കാരണം ഖുർആനിൻ്റെ വെളിച്ചത്തിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുന്നവർ പോലും ഒരിട അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ സംവേദനം എന്നൊക്കെയുള്ള ഭാഷാപരമായ ഒരർത്ഥത്തിൽ മാത്രം അള്ളാഹുവിൻ്റെ കലാമിനെ സമീപിക്കുകയും തുടർന്നുണ്ടാവുന്ന സന്ദേഹങ്ങൾക്ക് വേണ്ട വിധം മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സംസാരം എന്ന് തന്നെയാണ് കലാം എന്നതിൻ്റെ അർത്ഥം. പക്ഷേ അള്ളാഹുവിൻ്റെ സംസാരം ഒരിക്കലും അള്ളാഹു അല്ലാത്തവരുടെ സംസാരം പോലെ ആകാൻ പാടില്ലല്ലോ. കാരണം അള്ളാഹു അല്ലാത്തവരെ പോലെ അല്ലല്ലോ. ലൈസ കമിഥിലിഹി ഷൈഉൻ എന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്. മിഥിൽ, രണ്ട് സിമിലി തഷ്ബീഹിൻ്റെ പദങ്ങൾ അവിടെയുണ്ട്. അള്ളാഹുവിനെ പോലെ ആരും ഇല്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ പോലെയുള്ളതിനെ പോലെയുള്ളതും ഇല്ല എന്നാണ്. സ്വാഭാവികമായി ഏകദൈവ വിശ്വാസത്തിലെ മോണോത്തിസത്തിലെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഹി ഷുഡ് ബി ഒംനി പൊട്ടൻറ്റ് ആൻഡ് ഒംനിസെൻറ്റ് ആൻഡ് ഒംനി പ്രസൻറ്റ് എന്നുള്ളതാണ്. സ്ഥലകാല മാധ്യമ മാപിനികളുടെ സഹായമോ അതിനെ ആശ്രയിക്കേണ്ടി വരുന്ന ശക്തിക്ഷയമോ ഒരിക്കലും അള്ളാഹുവിനുണ്ടാകാൻ പാടില്ല. സ്വാഭാവികമായി അള്ളാഹു അല്ലാത്ത വസ്തുവിൻ്റെയോ ജീവിയുടെയോ ഒന്നിൻ്റെയുമോ സംസാരം പോലെ ആകരുത് അള്ളാഹുവിൻ്റെ സംസാരം. മനുഷ്യരുടെ സംസാരം നമുക്കറിയാം. അക്ഷരങ്ങളും ശബ്ദങ്ങളുമാണ് മനുഷ്യൻ ആശയവിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. അക്ഷരങ്ങൾ ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ കൂ വിളിച്ചൊക്കെ സംവേദനം നടത്തിയിരുന്നു. പരിഷ്കൃത മനുഷ്യൻ്റെ കണ്ടെത്തലാണ്, അള്ളാഹു അവന് നൽകിയ സിദ്ധിയാണ് അക്ഷരജ്ഞാനം. ആ അക്ഷരം മുഖേന മനുഷ്യൻ വാക്കുകളും വാക്യങ്ങളും വാചകങ്ങളും ഉണ്ടാക്കി ആശയങ്ങൾ കൈമാറും. അക്ഷരമെന്ന് പറയുന്നത് ആപേക്ഷികമാണ്, അടയാളങ്ങൾ മാത്രമാണ്. സ്വരമോ സ്വരം കലർന്ന വ്യഞ്ജനമോ വർണ്ണങ്ങളുടെ സമൂഹങ്ങളോ ഒക്കെയാണ് ഈ അക്ഷരം. അത് ഒരു ഭാഷയിൽ ഒരു ശബ്ദത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടയാളം മറ്റൊരു ഭാഷയിൽ മറ്റൊരു ശബ്ദത്തെ പ്രതിനിധാനം ചെയ്യാം. അത്രയേ അക്ഷരത്തിന് കഥയുള്ളൂ. ശബ്ദം എന്ന് പറഞ്ഞാലും ഭൗതികമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ മാധ്യമമാണ്. കമ്പനമുണ്ടാക്കുന്ന വസ്തു വായുവിൽ സൃഷ്ടിക്കുന്ന മർദ്ദവ്യതിയാനം കർണപുടത്തിൽ തട്ടുകയും അത് വൈദ്യുത് തരംഗങ്ങളായി തലച്ചോറിലെത്തി ശബ്ദമനുവൈവിധ്യമാവുകയും ചെയ്യുന്നു. മെക്കാനിക് വേവ്സ് എന്ന ഗണത്തിൽ പെടുന്നതായതിനാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമങ്ങൾ ആവശ്യമാണ്. സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള മാധ്യമങ്ങൾ ആവശ്യമാണ്. അങ്ങനെയാണ് മനുഷ്യൻ സംവേദനങ്ങൾ നടത്തുന്നത്. മൃഗങ്ങൾക്ക് സംവേദനമുണ്ട്, സസ്യലതാദികൾക്ക് പോലും സംവേദനമുണ്ട്. മരങ്ങൾ കരയുന്നു, പറയുന്നു എന്നൊക്കെ സയൻസും അംഗീകരിക്കുന്നതാണ്. ഒരു പച്ചക്കറി വെട്ടുമ്പോൾ അതിനെ വേദനിച്ച് കരയും, ഒരു മരം മുറിക്കുമ്പോൾ അത് വിലപിക്കുന്നുണ്ട് എന്നൊക്കെയാണ് എക്കോളജിസ്റ്റ് സുസന്ന സിമാഡ് അവരുടെയൊക്കെ പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മൈക്രോ റസൽ തരംഗങ്ങൾ വഴി മരങ്ങൾ സംസാരിക്കുന്നത്. ഇസ്ലാമികമായി അതൊക്കെ വളരെ ശരിയാണ്. കബറാളികളുടെ ഖബറിന്മീതെ മരങ്ങൾ നാട്ടുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ തസ്ബീഹിൻ്റെ പുണ്യം കബറാളിക്ക് ലഭിക്കുമെന്നൊക്കെ ഹദീസിലുണ്ട്. മാത്രവുമല്ല മൃഗങ്ങളും സസ്യങ്ങളും മാത്രമല്ല, നാം അചേതനമെന്ന് വിളിക്കുന്ന സൂക്ഷ്മമോ ഭീകരമോ ആയിട്ടുള്ള എല്ലാ തരുതാരാദികൾക്കും അതിൻ്റേതായ കുല്ലുൻകത് അലിമ സ്വലാത്തഹു വ തസ്ബീഹു എന്നാണ്. അതിൻ്റേതായ പ്രാർത്ഥനയുണ്ട്, അതിൻ്റേതായ നമസ്കാരമുണ്ട്. അതൊക്കെ അത് അനുഷ്ഠിക്കുകയാണ്, ആചരിക്കുകയാണ്. യുസബ്ബിഹുലില്ലാഹി മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. വാനഭുവനങ്ങളിലുള്ള സകലതും അള്ളാഹുവിൻ്റെ സങ്കീർത്തനത്തിലാണ്. ഞാൻ ഈ ആമുഖം പറഞ്ഞത് ഇങ്ങനെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തതിൻ്റെ സംവേദനവും സംസാരവും. അള്ളാഹു അല്ലാത്ത ഉണ്മകൾക്കാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. മാസി വൽബാരി, പ്രപഞ്ചം എന്നുള്ളതിന് ഇസ്ലാമിക് ഫലസഫയിലെ ഡെഫിനിഷൻ ലോകത്തൊരു ഫിലോസഫിയിലും അത്ര മനോഹരമായ ഒരു നിർവചനം ഉണ്ടാവുകയില്ല. വാട്ട് ഈസ് യൂണിവേഴ്സ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, മാസി വൽബാരി, സൃഷ്ടാവല്ലാത്തതൊക്കെ പ്രപഞ്ചമാണ്.
അതൊക്കെ സംവേദനത്തിലുമാണ്, അള്ളാഹുവിനുള്ള സങ്കീർത്തനത്തിലുമാണ്, അതൊക്കെ വിശ്വാസികളുമാണ്. മനുഷ്യരിലും ഭൂതവർഗത്തിലും മാത്രമേ ആ വിശ്വാസമുള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ സംസാരത്തെക്കുറിച്ച് അതിനതീതമായിട്ട് നാം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ സംസാരത്തിന് ശബ്ദവുമില്ല, അള്ളാഹുവിൻ്റെ സംസാരത്തിന് അക്ഷരങ്ങളുമില്ല, ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടെന്നത് അധികം ചിന്തിക്കേണ്ടതില്ല. അള്ളാഹു മറ്റുള്ളവയുടെ സംസാരം പോലെ സംസാരിക്കേണ്ടവനാകുമ്പോൾ ദൈവമാവുകയില്ല. ഞാനതിൻ്റെ ഒരു മോണോത്തിസത്തിൻ്റെ കാഴ്ചപ്പാട് നേരത്തെ പറയുകയുണ്ടായി. പല കാരണങ്ങളുമുണ്ട്. ഇസ്ലാമിൻ്റെ വിശ്വാസശാസ്ത്രത്തിൻ്റെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ സംസാരം അക്ഷരങ്ങൾ മുഖേനയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, അതേപോലെ ശബ്ദമുഖേനയുമാണെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഉരിയാടപ്പെടുന്ന വാചകങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അക്ഷരങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കുക. ഒരക്ഷരത്തിൻ്റെ ആദ്യവും അതിന് ശേഷവും മറ്റക്ഷരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരക്ഷരം തൊട്ട് മുമ്പിൽ ഉള്ളതിൻ്റെ പിറകിലും തൊട്ട് പിറകിലുള്ളതിൻ്റെ മുമ്പിലുമാണ്. ഈ മുമ്പ്, ശേഷം, ആദ്യം, അവസാനം എന്നൊക്കെയുള്ളത് ഇവിടെ സമയവുമായി ബന്ധിക്കുന്ന ചില അളവ് മാപിനികളാണ്. സമയം കാലത്തിൻ്റെ ഒരടരാണ്. കാലം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി മാത്രമായ കാലം, ആ അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ പരിധിയിൽ വരുന്ന സമയങ്ങൾ, അതിൻ്റെ ഒരു മാനദണ്ഡ പ്രകാരം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തോട് ബന്ധപ്പെട്ട അവൻ്റെ വിശേഷണമായ അവൻ്റെ കലാമിനെ നാം മനസ്സിലാക്കേണ്ടി വരിക, അല്ലെങ്കിൽ അങ്ങനെ അതായി മാറുക എന്നുള്ളത് വിശ്വാസശാസ്ത്രപരമായി തെറ്റ് എന്നല്ല, അതിഭീകരമായിട്ടുള്ള ഒരു പിഴവാണ്. മാത്രവുമല്ല, അബൂ സയ്യിദുൽ ഖിറവാനി റഹിമഹുല്ലയെ പോലെയുള്ള വിശ്വാസ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ എഴുതപ്പെടുന്ന മുസ്ഹഫുകളിലുള്ള അക്ഷരങ്ങൾ, വാചകങ്ങൾ, വാക്യങ്ങൾ, പാരായണം ചെയ്യപ്പെടുന്ന പാരായകന്മാരുടെ ശബ്ദങ്ങൾ, ഇനി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്പെഷ്യൽ മുസ്ഹഫുകളിലെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, അല്ലെങ്കിൽ ആംഗ്യ വിക്ഷേപങ്ങൾ, അതൊക്കെ അള്ളാഹുവിൻ്റെ അനാദിത്വം ഉള്ള കലാമാണെങ്കിൽ, അങ്ങനെ ആവുകയാണെങ്കിൽ, ഒരുപക്ഷെ നാളെ ഇത് കരിഞ്ഞാലോ, ഇത് കത്തിപ്പോയാലോ, ചാമ്പലായാലോ, വെള്ളത്തിൽ അടിഞ്ഞുടഞ്ഞ് ജീർണിച്ചു പോയാലോ അള്ളാഹുവിൻ്റെ കലാം നശിച്ചുപോയി എന്ന് പറയേണ്ടി വരില്ലേ? ഒരിക്കലും. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ലളിതമായി മനസ്സിലാക്കുവാൻ കഴിയും, ആരുടെയും ആശയങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ എന്നതിലുപരി വാക്കുകളോ വാക്യങ്ങളോ ശബ്ദങ്ങളോ പ്രതിനിധീകരിക്കുന്നില്ല. ഞാനീ പറയുന്ന കാര്യം, നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എൻ്റെ മനസ്സിലുള്ള ആശയത്തിൻ്റെ അടയാളമാണ്, അതിൻ്റെ പ്രതിനിധാനമാണ് ഉച്ചരിക്കപ്പെടുന്ന വാക്കുകൾ. ഇനി എഴുതുകയാണെങ്കിലും എൻ്റെ ആശയത്തിൻ്റെ പ്രതീകങ്ങളാണ്, അടയാളങ്ങളാണ്, അല്ലാതെ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ആശയം തെറിച്ചു പോകുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സത്വവുമായി, അസ്തിത്വവുമായി ബന്ധപ്പെടുന്ന അവൻ്റെ ഒരു വിശേഷണമാണ്. ആ വിശേഷണത്തെ അള്ളാഹു സംവദിക്കുന്ന രീതി അള്ളാഹു അല്ലാത്തവർ സംവദിക്കുന്ന രീതി പോലെയല്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. കാലവുമായോ മാധ്യമങ്ങളുമായോ അതിന് ആശ്രയത്വം വരിക എന്നുള്ളത് അള്ളാഹുവിനോട് ചേരുന്നതല്ല. അതിനെ വേറെ പല രൂപത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, സംസാരിക്കുക എന്ന് പറഞ്ഞാലൊരു ചലനമാണ്. ചലനം എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയുടെ വിരാമമാണ്, നിശബ്ദതയുടെ വിരാമമാണ് സംസാരം. നിശ്ചലമായ ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കുവാനോ ബാഹ്യമായ ഒരു ബലം ഇടപെടണം എന്നുള്ളതാണ് പ്രകൃതി നിയമം. ഒന്നാം ചട്ടത്തെ നിയമം, ലോ ഓഫ് ഇനേഷ്യ എന്നൊക്കെ നാം പഠിക്കുന്ന ആ നിയമം അനുസരിച്ച് ചലിക്കുന്ന വസ്തുവിനെ ചലിക്കാതിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കാൻ ഒരു ബാഹ്യമായ ഇടപെടൽ ഉണ്ടാവണം. വേർ ദർ ഈസ് ആൻ ആക്ഷൻ ദർ വിൽ ബി ഈക്വൽ ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സ്വാഭാവികമായ ഒരു ബാഹ്യമായ ഇടപെടൽ അള്ളാഹുവിൻ്റെ സംസാരത്തെ സ്വാധീനിക്കുന്നുണ്ട്, കലാമിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം തെറ്റാണ്? അതും ശരിയല്ല. മാത്രവുമല്ല, ഈ വാദം അടിസ്ഥാനപരമായി മുസ്ലിം ലോകം തള്ളിക്കളഞ്ഞ രണ്ടു പിഴച്ച വാദഗതിയിലേക്ക് എത്തിക്കും. ഏത് വാദം? അള്ളാഹുവിൻ്റെ അനാദിത്വമുള്ള, അള്ളാഹുവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അകാലാവസ്ഥ എന്ന അനാദിത്വം എന്ന അസലീയത്താണ്. ആ അവസ്ഥയോട് ചേരുന്ന അള്ളാഹുവിൻ്റെ കലാമാണ്. ആ അള്ളാഹുവിൻ്റെ കലാമാണ് ഈ എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങളിലുള്ളത്, പറയപ്പെടുന്ന വാചകങ്ങൾ അതിൻ്റെ അനാദിത്വം നീങ്ങാതെ തന്നെ എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും എന്നിട്ട് അതിനനുസരിച്ച് ഒരു ചർച്ചാമുഖം രൂപപ്പെടുത്തുകയും ചെയ്യുന്ന അതിദയനീയമായ ഒരു ചിത്രം, രംഗം നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് ഇതിത്ര ഗൗരവത്തിൽ പറയുന്നത്. പലരും മനസ്സിലാക്കിയത് സാഹിത്യ സമ്പന്നനായ ഒരാൾ ഗദ്യമോ പദ്യമോ അല്ലാത്ത രൂപത്തിൽ അള്ളാഹു അറിയപ്പെടാത്ത ആകാശങ്ങളുടെ അതിർത്തികൾക്കപ്പുറത്ത് വെച്ച് ശബ്ദിക്കുകയും അത് മാലാക ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കുകയും അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുകയുമായിരുന്നു എന്ന അതിൻ്റെ പ്രത്യക്ഷാർത്ഥമാണ് പലരും മനസ്സിലാക്കി വെച്ചത്. അങ്ങനെയല്ല. ഈ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ ഇനി ഭാവിയിലും അള്ളാഹുവിൻ്റെ കലാം ഉണ്ടാക്കാമല്ലോ ആളുകൾക്ക്. ഇനി എഴുതാൻ പോകുന്ന ഖുർആൻ, മുസ്ഹഫിലെ ലിപികൾ, ഇനി ഉച്ചരിക്കപ്പെടാൻ പോകുന്ന, പാരായണം ചെയ്യപ്പെടാൻ പോകുന്ന ഈരടികൾ, ഖുർആനിൻ്റെ പാരായണങ്ങൾ, അതൊക്കെയും അള്ളാഹുവിൻ്റെ അനാദിത്വമുള്ള വചനങ്ങളാണെന്ന മൗഢ്യത നാം പറയേണ്ടി വരും. വേറെയും ഈ എഴുതപ്പെടുന്ന ലിപികളുടെ കാര്യത്തിൽ കാലാനുസാരിയായ എത്ര പരിഷ്കാരങ്ങൾ നടന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്
ഇന്നത്തെ ലിപി ആയിരുന്നില്ല. അന്ന് അറബ് ഭാഷയിൽ 15 ലേഖ്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അടിസ്ഥാനപരമായി 15 റസ്മുകൾ, 28 റസ്മുകൾ പോലുമില്ല, 15 റസ്മുകൾ. റസ്മുകൾ എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ ചേരാത്ത അറബി അക്ഷരങ്ങളാണ്. ചിഹ്നങ്ങൾ ചേരുമ്പോൾ അതിനെ അഴിജാം എന്ന് പറയും. അതുതന്നെ 15 എന്നുള്ളൂ. ബാ സമൂഹം, ദാൽ സമൂഹം, സീൻ സമൂഹം, റാ സമൂഹം. അന്നത് മതി, ഭാഷാപൂർണ്ണമാണെന്നല്ല, അന്നത് മതിയായിരുന്നു. അന്ന് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുവാനും ചെയ്യുവാനുമൊക്കെ. അന്ന് രചിക്കപ്പെട്ട ക്ലാസിക് അറബി കവിതകളൊക്കെ കോർക്കപ്പെട്ടത്, എഴുതപ്പെട്ടത് ഈ 15 ലേഖ്യങ്ങൾ ഉപയോഗിച്ചാണ്. പിന്നീടാണ് 4ാം ഖലീഫയുടെ കാലത്താണ് അബുൽ അസ്വദ് ദുവലി എന്ന് പറയുന്ന 4ാം ഖലീഫയുടെ ശിഷ്യൻ, വലിയ പ്രമുഖൻ, അറബ് ഭാഷയിൽ പ്രത്യേകിച്ച് ഖുർആനിന് വവ്വൽസുകൾ കൊടുക്കുന്നത്. ആകാരം, ഈകാരം, ഊകാരം, അതിന് ഫത്തഹ്, കസ്റ്, ലമ്മ്, നിസ്വരത്തിന് സുക്കൂൻ എന്ന് പറയുന്നതിന് ചിഹ്നമില്ലായ്മ, അതൊക്കെ അദ്ദേഹം ആവിഷ്കരിക്കുന്നതാണ്. പിന്നീടും കുറേ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് യഹ്യ ബിൻ ഉമർ, അതേപോലെ ആസിം, നാസിർ ബിൻ ആസിം, അവരൊക്കെയാണ് പിന്നീട് ഈ വവ്വൽസിന് ശേഷം ഈ വ്യഞ്ജനങ്ങൾക്ക് അടയാളങ്ങൾ കൊടുക്കുന്നത്. ഈ ഡയാക്രിറ്റിക് മാർക്സ്, ഡയാക്രിറ്റിക് സയൻസ് എന്നൊക്കെ പറയുന്ന നമ്മൾ കുത്ത്, കോമ എന്നൊക്കെ പറയുന്ന അതൊക്കെ പിന്നീട് ആവിഷ്കരിച്ച് കൊടുത്തതാണ്. ഇവരൊക്കെ ആവിഷ്കരിച്ച് കൊടുത്തതാണ്. അറബി ലിപിയുടെ ഒരു ചരിത്രം അതാണ്. ലോകത്തെ എല്ലാ ഭാഷക്കും ഇങ്ങനെ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവശ്യമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷേക്സ്പിയർ ലാംഗ്വേജ്, ആ ഇംഗ്ലീഷ് ഒരിക്കലും ഇന്നത്തെ കാലത്തെ ഇംഗ്ലീഷ് വലിയ നിപുണന്മാർക്ക് പോലും ഗൈഡൻസിൻ്റെ സഹായമില്ലാതെ പറയാൻ കഴിയില്ലല്ലോ. അത് ലോകത്തെ എല്ലാ ഭാഷയും അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം നേരെ ചൊവ്വേ എഴുതപ്പെട്ട ആ അനാദിത്വമുള്ള രൂപത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ പരിഷ്കാരങ്ങൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക്, ദാത്തിനോട് ബന്ധപ്പെട്ട അവൻ്റെ വിശേഷണമായ ആ വചനത്തിന് ബാധകമായി എന്നൊക്കെ പറയുന്നത് എത്ര വലിയ അബദ്ധമാകും. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഇൽമുൽ കലാമിൻ്റെ പണ്ഡിതന്മാർ എന്തു പറഞ്ഞത്? അള്ളാഹുവിൻ്റെ വചനം എന്ന് പറയുന്നത് അക്ഷരവുമില്ല, അതിന് നാം മനസ്സിലാക്കിയതുപോലെയുള്ള ഒരു ശബ്ദവുമില്ല. ഈ വിശ്വാസശാസ്ത്രത്തിൻ്റെ നേതാവ് അബുൽ ഹസൻ അൽ അഷ്അരി റഹിമഹുല്ല അതേ സംബന്ധിച്ച് എന്തേ പറഞ്ഞത്? കലാമുല്ലാഹി തആല സിഫത്തുല്ലഹു ഖദീമത്തുൽ ലാ യസാലു ഖായിമൻ ബിദാതിഹി റാഫിയൽ ലിസുകൂതി വൽ ഖറസി വൽ ആഫത്തി അൻഹാ വദാലിക ലൈസ ബിസൗത്തിൻ വലാ ഹർഫിൻ വലാ മുതഅല്ലിഖിൻ ബിൽ അദവാത്തി വൽ മഖാരിജ്. അദ്ദേഹം വളരെ കൃത്യമായിട്ടത് രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സംസാരം പോലെയല്ല. അതവൻ്റെ സ്വത്വത്തോട് ബന്ധപ്പെട്ട ഒരു വിശേഷണമാണ്. ഒരിക്കലും അവനിൽ നിന്ന് അടർന്നു പോകുന്ന ഒരു കാര്യമല്ല. മാത്രവുമല്ല, അതിന് ശബ്ദമില്ല, അതിന് അക്ഷരമില്ല, അതിന് മാധ്യമങ്ങളുടെ ആവശ്യമില്ല, മാധ്യമങ്ങളോട് ബന്ധമില്ല, അതിന് ഉച്ചാരണ സ്ഥാനങ്ങളുടെ ആവശ്യമില്ല, അതിനോടും ബന്ധമില്ല എന്നാണ് ഈ വിശ്വാസശാസ്ത്രത്തിൻ്റെ നേതാവ് പറഞ്ഞത്. വലിയ മഹാപണ്ഡിതൻ സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ല കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് കാര്യം. വയദുല്ലു അലൈഹ. എന്നിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ ഈ സംസാരത്തെ എങ്ങനെയാണ് പ്രതിനിധാനം ചെയ്യപ്പെടുക? അത് എങ്ങനെയാണ് നമുക്ക് അറിയുക? അത് ബിൽ ഇബാറത്തി അവിൽ കിതാബത്തി അവിൽ ഇഷാറത്തി. അത് മാധ്യമ പ്രവർത്തകന്മാർ, ഇടയാളന്മാർ, പ്രവാചകന്മാർ, അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ഇടയാളന്മാർ, അവർ എന്ത് ചെയ്യും? അവർ മലക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ നേരിട്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കിയിട്ട് അത് ജനങ്ങൾക്ക് മൊഴിഭേദപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുക. ഒന്നുകിൽ മൊഴിഭേദപ്പെടുത്തി സംസാരിക്കും, അല്ലെങ്കിൽ മൊഴിഭേദപ്പെടുത്തി കൊടുത്ത് എഴുതും, അല്ലെങ്കിൽ അതിൻ്റെ ആംഗ്യങ്ങൾ കാണിക്കും. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഫൈൻ ഉബ്ബിറ ബിഹ ബിൽ അറബിയത്തി ഫ ഖുർആനുൻ. അത് അറബിയിലാണ് ആ മൊഴിഭേദമെങ്കിൽ അത് ഖുർആനാണ്. ഔ ബിൽ സുറിയാനി ഔ ബിൽ യുനാനിയത്തി ഫ ഇഞ്ചീലുൻ. ഇനി അത് യവന ഭാഷയിലാണെങ്കിൽ അത് ഇഞ്ചീലായി മാറി. ഔ ബിൽ ഇബ്രാനിയത്തി ഫ തൗറാത്തുൻ. ഇനി അത് ഹീബ്രു ഭാഷയിലാണെങ്കിൽ അത് തോറയായി. ഔ ബിൽ സുറിയാനിയത്തി ഫ സബൂറുൻ. ഇനി അത് സുറിയാനി ഭാഷയിലാണെങ്കിൽ, അതൊക്കെ സെമിറ്റിക് ഭാഷകളാണ്, അത് സബൂറായി. ഈ 4 ഗ്രന്ഥങ്ങളും 100 ഏടുകളും മലയാളത്തിൽ അങ്ങനെയല്ലേ പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ചോദിക്കും, അപ്പോൾ ഒരേ അള്ളാഹുവിൻ്റെ കലാമാണോ ഭാഷ മാറിയിട്ട് ഖുർആനും ഇഞ്ചീലും തൗറാത്തും സബൂറും ഒക്കെ ആയത്? അങ്ങനെയല്ല. ഓരോ സമൂഹത്തോട് എന്താണ് അറിയിച്ചു കൊടുക്കേണ്ടത് എന്ന കൃത്യമായ ധാരണ അള്ളാഹുവിനുണ്ട്. അതിനനുസരിച്ച് മനുഷ്യരിലേക്ക് ചേർത്തി അവരുടെ കാലം വ്യത്യസ്തമാകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അതത് പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുകയായിരുന്നു. അതത് പ്രവാചകന്മാരുടെ ഭാഷയിൽ അത് മൊഴിഭേദം ചെയ്യുവാനുള്ള കൽപ്പനയും ഉണ്ടായി. അതാണ് ഓരോ പ്രവാചകന്മാർക്കും ഓരോ ഭാഷയാണ്. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. ഓരോ ജനതക്കും അവരുടെ ഭാഷ സംസാരിക്കുന്ന പ്രവാചകനാണ് ഉണ്ടായത്. ഇതാണ് വാസ്തവം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി അത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശുദ്ധമായ അറബ് ഭാഷയിൽ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ അറിയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാഷയിലാണ്. മണിയടിക്കുന്ന ശബ്ദമാണ് മറ്റുള്ളവർ കേട്ടത് എന്ന് ഹദീസിൽ കാണാം. മറ്റൊരു കാര്യം, ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തിയും പ്രാധാന്യവും വേണ്ട വിധം വിശ്വാസികൾക്ക് ബോധ്യമാവുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ആകാശ ലോകത്ത് നിന്നും അള്ളാഹു ശുദ്ധമായ അറബിയിൽ സംസാരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കുകയായിരുന്നില്ല. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അറബിയിൽ പറഞ്ഞത് പ്രവാചകൻ മനസ്സിലാക്കി നമുക്ക് അറബിയിൽ പറഞ്ഞു തരികയുമായിരുന്നില്ല. അങ്ങനെയല്ല വാസ്തവം. മറ്റൊരാൾക്കും മനസ്സിലാക്കാത്ത സംവേദന രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പകർന്നെടുത്തത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൽമത്ത്, അതല്ലേ മഹത്വം.
സാധാ മനുഷ്യൻ്റെ മാനുഷികാവസ്ഥയിൽ നിന്ന് അമാനുഷികതയിലേക്ക് പ്രവാചകൻ്റെ ഭാവം കൊണ്ടും പ്രവാചകൻ്റെ ചേഷ്ടകൾ കൊണ്ടും പ്രവാചകൻ്റെ ശാരീരികമായ വ്യത്യാസങ്ങളെ കൊണ്ടും ഉയരുകയായിരുന്നു. നെറ്റിത്തടം വിയർപ്പിൻ്റെ മുത്തുമണികളാൽ തിളങ്ങിയെന്നും ഭാരം വർദ്ധിച്ചു എന്നും ഒരവസ്ഥയിലേക്ക് പ്രവാചകൻ പരിവർത്തിതനായി എന്നും ഒക്കെ ഹദീസിൽ കാണാം. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കാതെ നേരെ ചൊവ്വേ നാം സാധാരണ പറയാറുള്ളത് പോലെ ലോക അറബി ക്ലാസിക്കുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹിത്യ സൃഷ്ടി എന്നുള്ള രൂപത്തിൽ മാത്രം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും അള്ളാഹു അറബ് ഭാഷയിൽ സംസാരിച്ച ഉന്നതമായ ഗ്രന്ഥം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും തുടർന്ന് വലിയ സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ആ അവസ്ഥയുടെ പരിഹാരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇസ്ലാമിൻ്റെ വിശ്വാസശാസ്ത്രത്തിൻ്റെ പണ്ഡിതന്മാർ അവതരിപ്പിച്ച രീതിയിൽ തന്നെ മനസ്സിലാക്കലാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ അതിൻ്റെ ഒരു ബഹുമാനവും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ അബദ്ധജടിലമായ 2 വാദഗതികളിലേക്ക് ഇതെത്തും. എന്താണത്? ഒന്ന്, ലോകം തള്ളിയ ഒരു വാദമുണ്ട്, മുഅ്തസിലത്തിൻ്റെ വാദം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം. അവരെന്താണ് പറയുന്നത്? ഒരു കാര്യം അള്ളാഹു സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ശബ്ദം ഉണ്ടാക്കുകയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ബഹിരാകാശത്ത് ശബ്ദമുണ്ടോ, അള്ളാഹുവിൻ്റെ ലോകത്തെ ശബ്ദങ്ങൾ സാധ്യമാണോ എന്നൊക്കെ ഇൻ്റർനെറ്റിലെ പല വേദികളിലും പലരും ചോദിക്കുന്നത് ഇത്തരം വിഡ്ഢിത്തം പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു ശബ്ദമുണ്ടാക്കിയതിനാൽ വിശുദ്ധ ഖുർആൻ മറ്റു വേദഗ്രന്ഥങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് അവരുടെ ജൽപ്പനം. തെറ്റാണത്. മറ്റൊന്ന് മുഷബ്ബിഹത്ത്, അള്ളാഹു അല്ലാത്തവരോട് സംസാരത്തിൻ്റെയും സംവേദനത്തിൻ്റെയും വിഷയത്തിൽ സാദൃശ്യപ്പെടുത്തി ഭാഷയുണ്ട്, ശബ്ദമുണ്ട്, അതിന് നാവ് ഉണ്ട്, അല്ലെങ്കിൽ ഉച്ചാരണ സ്ഥാനങ്ങളുണ്ട്, അതിന് മാധ്യമങ്ങൾ ആവശ്യമാണ് എന്നൊക്കെ പറയുന്ന ആ തെറ്റായ സിദ്ധാന്തം. ആ 2 തെറ്റായ സിദ്ധാന്തങ്ങളിലേക്ക് പല ആളുകളും ആളുകൾ അറിയാതെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ദയനീയമായ ഒരു കാര്യം. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഈയിടകളിൽ കൂടുതൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് ഈ ഗ്രന്ഥം ലഭിച്ചത് എന്നതിൻ്റെ, മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിൻ്റെ സ്രോതസ് അള്ളാഹു തന്നെയാണ് എന്നതിൻ്റെ, വേറെ രൂപത്തിൽ പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം എഴുതുകയോ ഏതെങ്കിലും മനുഷ്യനിൽ നിന്ന് കേട്ടു പറഞ്ഞു കൊടുക്കുകയോ ആയിരുന്നില്ല ഖുർആൻ എന്നതിൻ്റെ അംഗീകൃതമായിട്ടുള്ള തെളിവെന്താണ് എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ ചോദ്യം ഉന്നയിക്കുന്നത് ലോകത്ത് നിരീശ്വര നിർമ്മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ഇസ്ലാമിനകത്തെ യുക്തിപ്രധാനമായി ജീവിക്കുന്ന ആളുകൾ കൂടിയാണ്. സെക്കുലറിസ്റ്റുകൾ, ഹ്യൂമനിസ്റ്റുകൾ, എയ്ത്തിസ്റ്റുകൾ, നിയോ എയ്ത്തിസ്റ്റുകൾ, സയൻറ്റിഫിക് റാഷണലിസ്റ്റുകൾ, അങ്ങനെയുള്ള ആളുകൾ ഇത് ചോദിക്കാറുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ കഥയറിഞ്ഞിട്ടും കഥയറിയായ്മ നടിച്ചുകൊണ്ട് ഇത് ചോദിക്കാറുണ്ട്. ഇവരുടെയൊക്കെ അകമ്പടി സേവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിമർശനം മാത്രം ജീവിതോപാധിയാക്കി മുന്നോട്ട് പോകുന്ന ചില കിഴവന്മാരും കിഴങ്ങുകളും ഇത് ചോദിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ വാസ്തവം? അതിൻ്റെ വാസ്തവം നമുക്ക് പരിശോധിക്കാം. ഈ ഭൗതികവാദികളും അതേപോലെ സയൻറ്റിസം പ്രഘോഷിക്കുന്ന ശാസ്ത്രമാത്രവാദികളും അവർ ഒരു കാര്യം അംഗീകൃതമാണോ അല്ലയോ എന്ന് ബോധ്യമാകുവാൻ, അല്ലെങ്കിൽ അത് അവർക്ക് സ്വയം മനസ്സിലായി അവരത് സമ്മതിച്ചു തരുവാൻ അവരാധാരമാക്കുന്ന മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പോസിറ്റീവ് നോളജ് എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനമാണ്. അനുഭവജ്ഞാനം അടിസ്ഥാനത്തിൽ ഈ ഖുർആൻ്റെ അവതരണം അള്ളാഹുവിങ്കിൽ നിന്ന് തന്നെയാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? കാരണം 14 നൂറ്റാണ്ട് മുമ്പുണ്ടായ അവതീർണമാണ്. പോസിറ്റീവ് നോളജ് എന്ന് പറഞ്ഞാൽ അത് എംപെരിക്കലായിരിക്കണം, ഫിസിക്കലായിരിക്കണം. എംപെരിക്കൽ എന്ന് പറഞ്ഞാൽ അത് ദർശന, ശ്രവണ, ഘ്രാണ, രസന, സ്പർശനേന്ദ്രിയങ്ങൾക്ക് വഴങ്ങണം. അവതീർണം എന്ന് പറയുന്ന ആശയപരമായ ഒരു കാര്യം ഇനി അങ്ങനെയല്ല, അത് അതിൻ്റേതായ രൂപത്തിൽ എംപെരിക്കൽ തന്നെ ആയിരുന്നുവെങ്കിലും ഇന്നത്തെ കാലത്ത് അത് സാധ്യമല്ല. ആ മാനദണ്ഡം മാറ്റിവെക്കേണ്ടി വരും. പിന്നെയുള്ളത് അത് ഫിസിക്കലാവുക എന്നുള്ളതാണ്. നീളം, വീതി, ആഴം തുടങ്ങിയ ഡയമെൻഷൻ സ്വീകരിക്കുന്ന സ്ഥൂല വസ്തുവിനാണ്, സ്ഥൂലമായ അവസ്ഥക്കാണ് ഫിസിക്കലിസം എന്ന് പറയുന്നത്. ഖുർആൻ്റെ അവതരണം മെറ്റാഫിസിക്കലാണ്. വേണ്ട, അപ്പോഴുണ്ടാകുന്ന ഭാവവ്യതിയാനങ്ങളും മറ്റുമൊക്കെ അതിൻ്റേതായ അർത്ഥത്തിൽ നമുക്ക് ഫിസിക്കൽ വൽക്കരിക്കാം എങ്കിലും ഇന്നും അത് നൂറ്റാണ്ടുകൾക്ക് പിറകെ നമുക്ക് അപ്ലൈ ചെയ്യുവാൻ കഴിയുന്ന ഒരു മാനദണ്ഡമല്ല. ഭൗതികവാദത്തിൻ്റെ എപ്പിസ്റ്റമോളജിയുടെ ഒരു പോരായ്മ കൂടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പിന്നെയുള്ളത് ഹിസ്റ്ററിയാണ്. മറ്റൊന്ന് റീസൺ, യുക്തിയും ഭൗതികവാദികൾ അംഗീകരിക്കുന്നത്. നമുക്ക് ചരിത്രം പരിശോധിക്കാം. ചരിത്രം പരിശോധിക്കുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം നാം വേറെ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രം എങ്ങനെയാണ് ശാസ്ത്രമാത്രവാദികൾക്ക് അംഗീകരിക്കാൻ കഴിയുക? ഏതൊരു കാര്യവും അംഗീകരിക്കണമെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ വിശ്വാസമില്ലെങ്കിലും അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസമെന്ന് ആളുകൾക്ക് മുമ്പിൽ പറയുന്ന ആളുകൾ എങ്ങനെയാണ് രേഖീയമായ ചരിത്രങ്ങളെ, വാചികമോ ലിഖിതമോ ആയിട്ടുള്ള ചരിത്രങ്ങളെ അംഗീകരിക്കുന്നത്? പുരാവസ്തുക്കളെ സംബന്ധിക്കുന്ന ചരിത്രങ്ങൾ ഒരുപക്ഷെ ആർക്കിയോളജിക്കൽ സർവേ പ്രകാരം പ്രൂവണാണ് എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ അങ്ങനെ പോലുമല്ലാതെ കേവലം മോറലി ആൻഡ് ലിറ്റററി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ചരിത്രങ്ങൾ അതങ്ങനെ അംഗീകരിക്കും? മാത്രവുമല്ല, ഇവിടെയുള്ള സെക്കുലറിസ്റ്റുകൾ അവരുടെ ധാർമ്മികതയുടെ വലിയ
അടിസ്ഥാനമായി അല്ല, ലോകധാർമ്മികതയുടെ അടിസ്ഥാനമായി പരിചയപ്പെടുത്താറുള്ള ഒരു പുസ്തകമുണ്ട്. തമിഴ്നാട്ടിലെ വലിയ ആചാര്യനായിരുന്ന തിരുക്കുറൾ, അത് തിരുവള്ളുവരുടെ തിരുക്കുറൾ എന്ന് പറയുന്ന ദാർശനിക തത്വസമാഹാരം. 1337 മറ്റോ ദർശനങ്ങൾ, തത്വങ്ങൾ അടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആ കൃതിയാണ് ലോകത്ത് ധാർമ്മികതയുടെ അടിസ്ഥാനമെന്ന് ഇവിടെയുള്ള നിരീശ്വരവാദത്തിൻ്റെ ഈശ്വരന്മാരും അതിൻ്റെ പൂജാരിമാരും പറയാറുണ്ട്, പ്രചരിപ്പിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ പുസ്തകം തിരുക്കുറൾ തിരുവള്ളുവരുടേത് തന്നെയാണെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ? ഇടമുറിയാത്ത കണ്ണികളുള്ള രൂപത്തിൽ ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്ന്. മാത്രമല്ല, ലോകത്തെ ക്ലാസിക്കുകൾ, ഒട്ടുമുക്കാൽ ക്ലാസിക്കുകളും വേണ്ട, പ്ലാറ്റോ റിപ്പബ്ലിക് എഴുതി. റിപ്പബ്ലിക്കിൻ്റെ മൊഴിഭേദം മലയാളത്തിലുമുണ്ട്. പ്ലാറ്റോ തന്നെയാണ് രചയിതാവ് എന്ന് എങ്ങനെയാണ് തെളിയിച്ചത്? ഗാലൻ്റെ, അരിസ്റ്റോട്ടലിൻ്റെ, എപ്യൂക്കറസിൻ്റെ, ഇൻകിസിമാസിൻ്റെ, ഫലൈത്യുസിൻ്റെ, വിശ്വൻ്റെ, കണാഥൻ്റെ, അശ്വഘോഷിൻ്റെ അവരൊക്കെ എഴുതിയ അല്ലെങ്കിൽ പറഞ്ഞ മൊഴികൾ അവരുടേത് തന്നെയാണ് എന്ന് എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കിയത്? സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ? ചരിത്രം ഇത്ര കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയവർ, ഷേക്സ്പിയറിൻ്റെ കൃതികളുടെ രചയിതാവ് ഷേക്സ്പിയർ തന്നെയാണ്, എങ്ങനെ ബോധ്യപ്പെട്ടു? കാളിദാസ് കൃതികളുടെ രചയിതാവ് കാളിദാസൻ തന്നെയാണ്, എങ്ങനെ സ്ഥിരപ്പെട്ടു? വേണ്ട, ലിയോ ടോൾസ്റ്റോയ് എഴുതിയ വാർ ആൻഡ് പീസും അന്ന കരീനയും ലിയോ ടോൾസ്റ്റോയ് തന്നെയാണ് എഴുതിയത്. എന്താണ് പൂർണ്ണമായ ശാസ്ത്രീയമായ എവിഡൻസ് ഉള്ളത്? വിക്ടർ ഹ്യൂഗോയുടെ ചിരിക്കുന്ന മനുഷ്യനും നോട്ടർഡാമിലെ കൂനനും പാവങ്ങളും ഇത് അദ്ദേഹത്തിൻ്റേത് തന്നെയാണ് എന്ന് സയൻറ്റിഫിക്കലി എങ്ങനെയാണ് തെളിയിച്ചത്? ഞങ്ങൾക്കിതിൽ പരാതിയല്ല. ഇവിടെയൊക്കെ നോക്കണം, ഇവിടെയൊന്നും ശാസ്ത്രീയമായി തെളിയിക്കേണ്ട ആവശ്യം ഇല്ലാതെ തന്നെ അംഗീകരിക്കാമെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കാം. പക്ഷേ അവിടെയും വിശുദ്ധ ഖുർആനെ മാത്രം ഇത്ര ചർച്ചാമുഖത്ത് സ്ഥായിയായും സ്ഥിരമായും അലൈവായും നിലനിർത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ്റെ എക്കാലത്തുമുള്ള സാർവകാലികതയുടെയും സാർവജനീനതയുടെയും ചിന്താ സജീവതയുടെയും ദൃഷ്ടാന്തമാണ്. അതിൻ്റെ ചരിത്രപരതയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വിശുദ്ധ ഖുർആൻ ചരിത്രത്തിൻ്റെ സഹായത്തോടുകൂടെ അള്ളാഹുവിങ്കൽ നിന്നുള്ളതല്ല എന്ന് വരുത്തി തീർക്കുവാൻ ക്രിസ്ത്യൻ മിഷണറിമാരും അവരെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടെയുള്ള ചില നിരീശ്വരവാദികളും കുൽസിത ശ്രമം നടത്തിയതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. എന്നിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ ഖുർആൻ പേജുകളെ സംബന്ധിക്കുന്ന ഒരു വിവാദം. ആ വിവാദത്തിലൂടെ ഇവിടെയും ആ വിവാദം ഒരു കാലത്ത് ശക്തമായിട്ടുണ്ടായിരുന്നു. ഇന്നും രണ്ടാമത് തലപൊക്കി വരുന്നുണ്ട്. അവർ അതിലൂടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് തന്നെ ഖുർആൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൽബ ഫിദലി എന്ന് പറയുന്ന ഇറ്റാലിയൻ ഗവേഷക ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ കളക്ഷൻ ശേഖരത്തിൽ നിന്ന് അടുക്കി വെക്കപ്പെട്ട പുസ്തകത്തിൻ്റെ ഇടയിൽ നിന്ന് 2 പേജുകൾ കണ്ടെത്തുന്നു. ആ വിവാദത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. ആ 2 പേജുകൾ ക്രമം തെറ്റിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്രമം തെറ്റിയ നിലയിൽ എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ ബൈൻഡിങ്ങിൻ്റെ ഘടനയോട് ചേരുന്ന രൂപത്തിലായിരുന്നില്ല. അത് അറബി ഭാഷയിലായിരുന്നു. അവർ യൂണിവേഴ്സിറ്റി അധികൃതർ ആ കടലാസു കഷ്ണങ്ങൾ, 2 കടലാസു കഷ്ണങ്ങൾ അവിടെയുള്ള റേഡിയോ ആക്സിലറേറ്റർ സെൻറ്ററിൽ കൊണ്ടുപോയി കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാക്കുന്നു. അതിൽ നിന്ന് അവർക്ക് എത്താൻ കഴിഞ്ഞ ഒരു നിഗമനം, ആ കടലാസു കഷ്ണങ്ങളുടെ പഴക്കം ക്രിസ്തബ്ദം 568-നും 643-നും ഇടയിലാണ് എന്നതാണ്. നമുക്കറിയാം പ്രവാചകൻ്റെ കാലഘട്ടം ക്രിസ്തബ്ദം 570-നും 640-നും ഇടയിലാണ്. അപ്പോൾ സ്വാഭാവികമായി പ്രവാചകൻ ജനിക്കുന്നതിൻ്റെ 2 കൊല്ലം ബേക്കിലേക്ക് കൂടി ഈ കടലാസു കഷ്ണത്തിൻ്റെ പഴക്കത്തിന് സാധ്യതയുണ്ട് എന്ന് കാർബൺ ഡേറ്റിങ്ങിൽ മനസ്സിലായി. ഈ പറഞ്ഞതെന്താണെന്ന് മനസ്സിലാവാതെ കേൾക്കാത്ത പാതി ഇസ്ലാമിക വിമർശകന്മാർ സടകുടഞ്ഞെഴുന്നേറ്റു. ഒരു ഉദാഹരണം, കെയ്ത്തി സ്മാൾ, അദ്ദേഹം ടൈംസ് ഓഫ് ലണ്ടനിൽ ലേഖനം എഴുതി. ഖുർആൻ മുഹമ്മദിൻ്റെതാണെന്നത് കള്ളപ്രചരണമാണ്. മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഖുർആൻ ഉണ്ടായിരുന്നു. ഇതാ ഇവിടെ അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എഴുതിയ വരികൾ ഇങ്ങനെയാണ്: ദിസ് ഗിവ്സ് മോർ അക്കൗണ്ട് ടു വാട്ട് ഹാവ് ബീൻ പെരിഫറൽ ഓഫ് ദി ജെനിസിസ് ഓഫ് ദി ഖുർആൻ ദാറ്റ് മുഹമ്മദ് ആൻഡ് ഹിസ് ഏർലി ഫോളോവേഴ്സ് യൂസ് ദ ടെക്സ്റ്റ് ദാറ്റ് വാസ് ഏർലി ഇൻ എക്സിസ്റ്റൻസ് and they used it to shape their own theological and political ideologies rather than he receiving a revelation from heaven. എന്താണ് പറഞ്ഞത്? ഖുർആൻ പ്രവാചകന് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്നുള്ള വാർപ്പ് ധാരണ, നിലനിൽക്കുന്ന ധാരണ ശരിയല്ല എന്ന വലിയൊരു വിവരമാണ് ഈ പരിശോധന നമുക്ക് പ്രദാനിക്കുന്നത്. പ്രവാചകനും പ്രവാചകൻ്റെ അനുയായികളും നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ആ ഗ്രന്ഥം വഴി അവർ രാഷ്ട്രീയവും ദാർശനികവും മതപരവുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കരുപ്പിടിപ്പിക്കുകയും എന്നിട്ട് ജനങ്ങളെ നിയന്ത്രിക്കുകയുമാണ് ചെയ്തത്. അല്ലാതെ ദൈവത്തിൽ നിന്ന് ഒരു വെളിപാട് മുഹമ്മദ് സ്വീകരിച്ചിട്ടില്ല. റാദർ ദാൻ ഹി റിസീവിങ് എ റെവലേഷൻ ഫ്രം ഹെവൻ. അദ്ദേഹം അങ്ങനെ രേഖപ്പെടുത്തി. പക്ഷേ അദ്ദേഹത്തെ വൈരുദ്ധ്യമെന്ന് പറയട്ടെ തിരുത്തിയത് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ബോസ്ലിയൻ ലൈബ്രറി കൺസൾട്ടൻ്റാണ് ഈ കെയ്ത്തി സ്മാൾ എന്ന് പറയുന്ന ആ വ്യക്തി. അദ്ദേഹത്തെ ബർമിംഗ്ഹാം അധികൃതർ തന്നെ തിരുത്തി. മനുഷ്യ, ഇവിടെ പരിശോധന നടന്നത് ആ പേജുകളുടെ കാലപ്പഴക്കത്തെ സംബന്ധിച്ചല്ല. ഇവിടെ പരിശോധന നടന്നത് ദിസ് കാർബൺ ഡേറ്റിംഗ് വാസ് ഡൺ ഓൺ ദി പാർച്ച്മെൻറ്റ് ഇൻ ദി ഫ്രാഗ്മെൻറ്റ്സ്, നോട്ട് ഓൺ ദ ആക്ച്വൽ
ഇങ്ക്, ആ കടലാസു കഷ്ണങ്ങളുടെ പഴക്കമാണ് പരിശോധിക്കപ്പെട്ടത്. നോട്ട് ഓൺ ആക്ച്വൽ ഇങ്ക്, അതിന്മീതെ ആലേഖനം ചെയ്യപ്പെട്ട മഷിയുടെ പഴക്കമല്ല പരിശോധിക്കപ്പെട്ടത്. കടലാസിൻ്റെ പഴക്കം പ്രവാചകൻ ജനിക്കുന്നതിൻ്റെ 2 കൊല്ലം മുമ്പ് വരെയാണ്. എത്ര കൃത്യമാണ്! അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഇസ്ലാമിനെതിരെയാണ് തിരിഞ്ഞതെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തെ പിന്താങ്ങിയ മിഷണറിമാരും നിരീശ്വരവാദികളും സെൽഫ് ഗോൾ അടിക്കുകയായിരുന്നു. കാരണം എന്ത്? പ്രവാചകൻ ജനിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ തയ്യാർ ചെയ്യപ്പെട്ട കടലാസിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതപ്പെട്ടു എന്നാണ് വരുന്നത്. മാത്രവുമല്ല, പ്രവാചകൻ ജനിച്ച അന്ന് തന്നെ ഖുർആൻ എഴുതാൻ തുടങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 570 ക്രിസ്താബ്ദത്തിലാണ്. ചരിത്രപരമായിട്ടുള്ള മറുഭാഷ്യങ്ങളുണ്ട് സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ജനിച്ചത് എങ്കിൽ ക്രിസ്താബ്ദം 609 ആഗസ്റ്റ് മാസം 22-ാം തീയതി തിങ്കളാഴ്ച രാവിലെയാണ് പ്രവാചകന് റവലേഷൻ ആരംഭിക്കുന്നത്. അതിനുശേഷമാണിത് രേഖപ്പെടുത്താൻ തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതിന് മുമ്പുള്ള കടലാസ് ലോകത്ത് ലഭ്യമായിരിക്കണം. കടലാസിൽ എഴുതിയിട്ടുണ്ട്, ഓലയിൽ എഴുതിയിട്ടുണ്ട്, കല്ലിൽ എഴുതിയിട്ടുണ്ട്, എല്ലിൽ എഴുതിയിട്ടുണ്ട്, പലതിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ തന്നെ ഭവിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ഈ ആരോപണം സത്യത്തിൽ ഇസ്ലാമിന് വലിയ അനുകൂല ഘടകമായി. അമേരിക്കയിൽ തന്നെയുള്ള മസാച്യുസെറ്റ്സിലെ ജൂയിഷ് സ്പോൺസേഡായ ബ്രാൻഡീസ് യൂണിവേഴ്സിറ്റിയിലെ ജോസഫ് ഇ.വി. ലംബാർഡ് അദ്ദേഹം ഇത് പരിശോധിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസിൽ ലേഖനം എഴുതി. ബർമിംഗ്ഹാമിലെ ഖുർആൻ്റെ കടലാസുകളും ഹിജാസിലെ പഴയ കയ്യെഴുത്തു പ്രതികളും തുർക്കിയിൽ സൂക്ഷിച്ച കയ്യെഴുത്തു പ്രതികളും ഒരേ സ്രോതസ്സിൽ നിന്നും ഒരേ കാലഘട്ടത്തിൽ നിന്നും പുറപ്പെട്ടതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം കുറിച്ച് വെച്ചത്. മാത്രവുമല്ല, ആ കടലാസിൻ്റെ ഘടന ഏറ്റവും വലിയ ഖുർആൻ്റെ സത്യതയ്ക്കുള്ള ഒരു തെളിവാകുകയായിരുന്നു. കാരണം 2 കടലാസിൽ, ഒന്നാമത്തെ കടലാസിൽ എഴുതിയിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ്റെ 18-ാമത്തെ അധ്യായം സൂറ കഹ്ഫിൻ്റെ 17 മുതൽ 31 വരെ വചനമായിരുന്നു. 2-ാമത്തെ പേജിൻ്റെ ഒരു ഭാഗത്ത് എഴുതപ്പെട്ടത് 19-ാമത്തെ അധ്യായം സൂറ മറിയമിൻ്റെ അവസാന 6 വചനങ്ങളാണ്. അതിൻ്റെ മറുഭാഗത്ത് എഴുതപ്പെട്ടത് വിശുദ്ധ ഖുർആനിൻ്റെ 20-ാമത്തെ വചനം സൂറ ത്വാഹയിലെ 1 മുതൽ 40 വരെയുള്ള വചനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ക്രമാനുഗതയും ക്രമീകരണവും ഒരളവിൽ തെറ്റാതെ തന്നെയാണ് അന്ന് കുറിച്ചിടപ്പെട്ടത് എന്നതും ഏറ്റവും വലിയ ഇസ്ലാമിനും ഖുർആനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യ തെളിവായി ഭവിച്ചു. തുർക്കിയിലെ യെലോവ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക പഠന വിഭാഗം തലവൻ സുലൈമാൻ ബർക്ക് ഇതേ സംബന്ധിച്ച് പഠനം നടത്തി അദ്ദേഹവും രേഖപ്പെടുത്തി വെച്ചു. തുർക്കിയിലെ തോപ്കാപ്പി മ്യൂസിയത്തിലും താഷ്കൻഡിലും അതേപോലെ ഹിജാസിലെ പല മ്യൂസിയങ്ങളിലും ഉള്ള ഖുർആനിൻ്റെ പുരാതനമായ കയ്യെഴുത്തു പ്രതികളും ഈ ബർമിംഗ്ഹാമിലെ കടലാസുകളും ഒരു സമാന സ്വഭാവമാണ് പുലർത്തുന്നത്. കാലപരമായിട്ടുള്ള അതേപോലെ അതിൻ്റെ ഘടനാപരമായിട്ടുള്ള സാമ്യതകളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉറവിടവും ഒരു കാലവും എന്ന വലിയൊരു സത്യതയാണ് ഉണർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ആഭിമുഖ്യത്തിൽ 2015 സെപ്റ്റംബറിൽ തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിൽ വിശുദ്ധ ഖുർആനിൻ്റെ 2010 തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിൽ വിശുദ്ധ ഖുർആനിൻ്റെ 1400 വർഷങ്ങൾ എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പുരാതനമായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികൾ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. അന്നവിടെ പ്രസംഗിച്ചവരുടെ കൂട്ടത്തിൽ വലിയ ഒരു ലോക പ്രമുഖനുണ്ടായിരുന്നു, ഫ്രാങ്കോയിസ് ഡെറേക്കെ. അദ്ദേഹം ഫ്രാൻസിൽ 500 കൊല്ലം പഴക്കമുള്ള വലിയ ഒരു ലൈബ്രറിയുടെ ഒരു വലിയ തലവനാണ്. അദ്ദേഹം അന്നവിടെ പ്രസംഗിച്ചത് ബെബ്ലിക്കോ ഡി നാഷണൽ ഫ്രാൻസെ ലൈബ്രറിയുടെ തലവനാണ്. അദ്ദേഹം അന്നവിടെ പറഞ്ഞത് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ കളക്ഷനിൽ സൂക്ഷിക്കപ്പെട്ട ഖുർആനിൻ്റെ ആ 2 കടലാസ് കഷ്ണങ്ങളും താഷ്കൻഡിലും ടോപ്കാപ്പിയിലും സൂക്ഷിക്കപ്പെട്ട ഖുർആൻ്റെ പ്രതികളും ഹിജാസിലെ പുരാതനമായ കയ്യെഴുത്തു പ്രതികളും എല്ലാം സമാന സ്വഭാവമുള്ളതാണ്. അത് കേവലം അവിടെയും ഒതുങ്ങുന്ന ഒരു ചരിത്രകാരന്മാരുടെ വിവരണമല്ല. സ്വാഭാവികമായി അറേബ്യൻ ചരിത്രവും മുസ്ലിം ചരിത്രവും ഞാൻ മാറ്റിവെക്കുകയാണ്. അത് ഈ പറയുന്ന ചരിത്രകാരന്മാരെക്കാളും ഒട്ടും പിറകിലായതുകൊണ്ടല്ല, അവരെക്കാളും ഓതൻറ്റിക്കലി ഒരുപക്ഷെ മുമ്പിലാണ്. പക്ഷേ അത് അംഗീകരിക്കുവാൻ ചതുർത്ഥി അനുഭവപ്പെടുന്നവരോടാണ് ഒരുപക്ഷെ ഈ സംസാരം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ചരിത്രം മാത്രം ഉപയോഗിക്കുന്നത്. അന്ന് അറേബ്യയിലെ ചരിത്രമല്ലാതെ അറേബ്യക്ക് പുറത്തുള്ള ചരിത്രം പരിശോധിച്ച ചരിത്രകാരന്മാർ എന്താണ് പറയുന്നത്? അന്നത്തെ സിറിയ, അതേപോലെ അന്ന് ഇസ്ലാം എത്തിയ അർമേനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കിസ്ഥാൻ, അതേപോലെയുള്ള പ്രദേശങ്ങളുടെ ചരിത്രം അന്ന് രേഖപ്പെടുത്തപ്പെട്ട കൃതികളിൽ നിന്ന് മനസ്സിലാക്കി പഠനം നടത്തിയ ചരിത്രകാരനാണ് SP ക്രൂക്ക്. അദ്ദേഹം ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്, സിറിയാക്ക് വ്യൂ ഓഫ് എമർജൻറ്റ് ഇസ്ലാം, 1952 പുറത്തിറക്കിയ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തീർച്ചയായും പ്രവാചകനെ അഭൗതികവും അഭൗമികവുമായിട്ടുള്ള ഒരു റെവലേഷൻ അവതീർണമായി എന്ന് തന്നെയാണ് അക്കാലം മനസ്സിലാക്കുന്നത് എന്ന്. ഒരു വ്യക്തിയെയും ഒരു കാര്യത്തെയും അതിൻ്റെ ആധികാരികതയെ സമീപിക്കുമ്പോൾ ആ സംഭവം നടന്ന കാലഘട്ടക്കാർ എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹം മാത്രമല്ല, അക്കാലഘട്ടത്തിലെ അർമീനിയയിലെ വലിയ ഒരു പുരോഹിതനും ചരിത്രകാരനുമാണ് CBOS. സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചും സെമിറ്റിക് ഭാഷയെ സംബന്ധിച്ചുമുള്ള പഠനത്തിൽ CBOസിൻ്റെ ഉദ്ധരണികൾ സാധാരണ കോട്ട് ചെയ്യപ്പെടാറുണ്ട്. CBOസിൻ്റെ ചരിത്രരേഖകളെക്കുറിച്ച് പഠനം നടത്തിയ വെസ്റ്റേൺ ചരിത്രകാരനാണ് TH തോംസൺ. അദ്ദേഹം ഇതേ സംബന്ധിച്ച് നടത്തിയ പഠനത്തിൻ്റെ തീസിസ് ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് പ്രവാചകന് അഭൗമികമായ അലൗകികമായിട്ടുള്ള ദിവ്യബോധനം സംഭവിച്ചു എന്ന് തന്നെയാണ്. അവർ മാത്രമല്ല അത് പറയുന്നത്. ഹെറാൾഡ് മിസ്കി എന്ന് പറയുന്ന ജർമ്മൻ ചരിത്രകാരൻ,
പാട്രിക് ക്രോൺ എന്ന് പറയുന്ന ഡാനിഷ് അമേരിക്കൻ ചരിത്രകാരി, വില്യം കൂക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ, ഹെൻറി ടി കാസ്ട്രെ എന്ന് പറയുന്ന ചരിത്രകാരൻ, അവരൊക്കെ ഖുർആൻ അള്ളാഹുവിങ്കിൽ നിന്ന് അല്ലെങ്കിൽ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവ്യമായ സ്രോതസ്സിൽ നിന്ന് അവതീർണമായി എന്ന് അക്കാലം വിശ്വസിച്ചു എന്ന് രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാരാണ്. കൂടുതൽ ചരിത്രം ഇനി യൂറോപ്യൻ നവോത്ഥാനമാണ് ലോകത്ത് വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കിയത് എന്നൊക്കെ പ്രഘോഷിക്കുന്നവരുണ്ടല്ലോ. മധ്യകാല യൂറോപ്പിൽ ഇത് ചെലുത്തിയ സ്വാധീനത്തെ സംബന്ധിച്ച് എത്ര ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ടു ഖുർആൻ ചെലുത്തിയ സ്വാധീനത്തെ സംബന്ധിച്ച്. 1704 ജോർജ് വെയിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി വിശുദ്ധ ഖുർആൻ. അതാണ് സത്യത്തിൽ യൂറോപ്പിൽ വിചാര വിപ്ലവം രണ്ടാമത് ഒരു ഇടവേളയ്ക്ക് ശേഷം സൃഷ്ടിച്ചത് എന്ന് ഒരുപാട് സാമൂഹിക നിരീക്ഷകന്മാർ എഴുതിയിട്ടുണ്ട്. ഈ ജോർജ് വെയിലിൻ്റെ ഖുർആൻ പരിഭാഷയാണ് ഫ്രഞ്ച് ദാർശനികനായ വോൾട്ടയർ വായിച്ചത്. വോൾട്ടയർ അതുമുതലാണ് പ്രവാചകൻ്റെ ആരാധകനായത്. വോൾട്ടയറെയും ജോർജ് വെയിലിനെയും വായിച്ചയാളാണ് ഇംഗ്ലീഷ് ചരിത്രകാരനായ എഡ്വേർഡ് ഗിബ്ബൺ. ഗിബ്ബൺ അതുമുതൽ പ്രവാചകൻ്റെ ആരാധകനായി മാറി. മാത്രമല്ല, ഇന്നും അമേരിക്കയിൽ മുസ്ലിങ്ങൾ അവിടെ സെനറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കയ്യിൽ പിടിക്കുന്ന വിശുദ്ധ ഖുർആനുണ്ട്. അത് അമേരിക്കയുടെ വലിയ നേതാവായ തോമസ് ജെഫേഴ്സൺ വാങ്ങിയ ഖുർആനാണ്. ഇനി ജർമ്മനിയിലേക്ക് പോയാൽ ജർമ്മനിയിലെ വലിയ ലോകചിന്തകനുണ്ട് ഖദേ എന്ന് നമ്മൾ പറയുന്ന വോൾഫ്ഗാങ് വങ് ഖദേ. അദ്ദേഹം പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞത് മുഹമ്മദ് ഓഫ് ദി വേൾഡ്. അദ്ദേഹം പ്രവാചകൻ്റെ ആളായി മാറി. പ്രവാചകനെ സംബന്ധിച്ചുള്ള ദാർശനികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇസ്ലാമെങ്കിൽ നമ്മളും മുസ്ലിങ്ങളല്ലേ എന്നൊക്കെ അദ്ദേഹം പറയുന്ന ഭാഗങ്ങളുണ്ട്. ഞാൻ സമയദൈർഘ്യം ഭയന്ന് അങ്ങോട്ട് കടന്നു ചൊല്ലുന്നില്ല. അതേപോലെ തോമസ് കാർലെ, വില്യം മൂർ, ലിയോ ടോൾസ്റ്റോയ്, ലോകത്ത് ചിന്താപരമായി ധൈഷണികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ പ്രവാചകനും ഖുർആനും സൃഷ്ടിച്ച ആ വിചാര വിപ്ലവത്തെ അംഗീകരിക്കുമ്പോഴാണ് ചില ചെറിയ ആളുകൾ അതേ സംബന്ധിച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ചരിത്രം പൂർണ്ണമായി പ്രവാചകൻ്റെയും ഖുർആൻ്റെയും കൂടെയാണ്. ഇനി നമ്മൾ ചരിത്രം മാനദണ്ഡമാക്കുന്നത് പോലെ മാനദണ്ഡമാക്കാവുന്ന മറ്റൊന്നാണ് യുക്തി എന്ന് പറഞ്ഞു. പ്രവാചകന് മുമ്പ് തന്നെ ഖുർആൻ ഉണ്ട് എന്നല്ലേ ഇവർ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി നോക്കൂ, ഖുർആനിൽ പ്രവാചകൻ പ്രധാന പ്രമേയമായി വരുന്ന എത്ര അധ്യായങ്ങളുണ്ട്, എത്ര സൂക്തങ്ങളുണ്ട്? പ്രവാചകൻ്റെ പേര് 4 തവണയാണ് ഖുർആനിലുള്ളത്. പേര് മുൻവേദങ്ങളിലും വരാമല്ലോ എന്നൊരു പക്ഷേ പറയാം. പക്ഷേ പ്രവാചകൻ്റെ പുത്രൻ മരണപ്പെട്ടപ്പോൾ പ്രവാചകനെ സ്വാന്തനിപ്പിക്കുന്ന ഒരു അധ്യായമുണ്ട്, സൂറ കൗസർ. പ്രവാചകന് ദിവ്യബോധനം വൈകിയപ്പോൾ ടെൻഷൻ പ്രവാചകനെ സ്വാഭാവികമായി മാനുഷികമായി ഉണ്ടായി. അപ്പോൾ പ്രവാചകനെ സ്വാന്തനിപ്പിക്കുന്ന സൂറത്തുൽ ളുഹ. ആളുകൾക്കിടയിലേക്ക് നല്ലത് പറയുവാൻ പോകുമ്പോൾ ആത്മവിശ്വാസം കൊടുക്കുന്ന സൂറത്തുൻ നഷ്ർ. പ്രവാചകനെ ആക്ഷേപിച്ച, പ്രവാചകൻ്റെ അനുയായികളെ ക്രൂരമായി മർദ്ദിച്ച ഉമയ്യത്ത് ബിൻ ഖലഫ് ജാരസന്താനമാണ് എന്ന നിഗൂഢ സത്യം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സൂറ ഖലം. പ്രവാചകൻ്റെ അടുക്കളയിൽ പ്രവാചകനും പത്നിമാരും പായസം വെച്ച കഥ പരാമർശിക്കുന്ന സൂറത്തു തഹ്രീം. പ്രവാചകനും പ്രവാചകൻ്റെ ഇഷ്ടപ്പെട്ട അനുയായിയും പലായനം ചെയ്യവേ മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ശത്രുക്കളുടെ മുമ്പിൽപ്പെട്ടപ്പോൾ പേടി തോന്നിയ അനുയായിയോട് പേടിക്കേണ്ട, അള്ളാഹു കൂടെയുണ്ടെന്ന് പറയുന്ന സൂറത്തു തൗബ. ആ വചനമുള്ള സൂറത്തു തൗബ. അങ്ങാടിയിലൂടെ നടക്കുകയും സാധാരണക്കാരെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തിയാണോ പ്രവാചകൻ എന്ന് ആളുകൾ ചോദിച്ച സംഭവമുള്ള സൂറ ഫുർഖാൻ. പ്രവാചകനോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന സൂറത്തുൽ ഹുജറാത്ത്. പ്രവാചകനേക്കാളും ശബ്ദമുയർത്താൻ പാടില്ല. പ്രവാചകൻ പങ്കെടുത്ത യുദ്ധങ്ങളിൽ പ്രവാചകൻ്റെ സ്ഥിതിവിശേഷങ്ങൾ പറയുന്ന വചനങ്ങൾ, ബന്ദികളെ സംബന്ധിച്ച് പ്രവാചകനോട് ഉണർത്തി കൊടുക്കുന്ന വചനങ്ങൾ. ഈ നേരെ ചൊവ്വേ ലൈവായി പ്രവാചകനോട് ഖുർആൻ സംസാരിക്കുന്ന എത്രയോ അധ്യായങ്ങളുണ്ട്, എത്രയോ സൂക്തങ്ങളുണ്ട്. പ്രവാചകനെ തിരുത്തുന്ന അധ്യായങ്ങൾ പോലും, അല്ലെങ്കിൽ അധ്യായങ്ങളുടെ ചില ഭാഗങ്ങൾ പോലും ഖുർആനിലുണ്ട്. മിസ്സിസ് ആനി ബസന്റ്, ഇന്ത്യ കണ്ട വലിയ ഒരു ദാർശനികയായ ആനി ബസന്റ്, അവർ പ്രവാചകൻ്റെ സത്യസന്ധതയുടെയും ഖുർആൻ്റെ സത്യസന്ധതയുടെയും വലിയൊരു ഉദാഹരണമായി പറയുന്ന ഒരു ഭാഗമാണ് അബസവത്തവല്ല എന്ന് പറയുന്ന ഖുർആൻ്റെ അവതീർണം. പ്രവാചകാനിയായിൽ അന്ധനായിരുന്ന മനുഷ്യനാണ് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം. അദ്ദേഹം കടന്നു വന്നപ്പോൾ ഖുറൈശി പ്രമുഖന്മാരുമായിട്ടുള്ള ഒരു മുറുകിയ ചർച്ചയിലായിരുന്നു പ്രവാചകൻ. വേണ്ടത്ര ഗൗനിക്കാതെ പോയോ എന്ന് തോന്നിയ സന്ദർഭത്തിൽ ഉടൻ തന്നെ മാതൃകായോഗ്യനായ മനുഷ്യന് അതുപോലും പാടില്ല എന്നുള്ള സൂചനയിൽ ഖുർആൻ അവതീർണമാവുകയായിരുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന അർത്ഥത്തിൽ ആ ഭാഗം ഖുർആനിലുണ്ട്. അത് പ്രവാചകൻ മറച്ചു വെച്ചില്ല, ഒളിച്ചു വെച്ചില്ല. നമ്മുടെ ചർച്ച അത്തരം പ്രവാചകനോട് നേരെ ചൊവ്വേ സംസാരിക്കുന്ന ഭാഗങ്ങൾ പോലും ഉണ്ടെന്നിരിക്കെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ ആരാധിക്കുന്നവരെ ഒഴിവാക്കി പ്രധാനികളെയും പ്രമാണികളെയും പ്രവൃത്തികളെയും വരണ്യരെയും ഒപ്പം കൂട്ടാൻ പാടില്ല എന്ന് പറയുന്ന ഖുർആൻ്റെ വചനം നബിയുടെ മുമ്പേ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? യുക്തി കൊണ്ടും ചരിത്രം കൊണ്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രവാചകന് ഉന്നതമായ ഒരു സ്രോതസ്സിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം തന്നെയാണ് പരിശുദ്ധ ഖുർആൻ എന്ന്. ഇങ്ങനെ അവർക്ക് മാനസികമായി ബോധ്യപ്പെട്ടാൽ അതവർ അംഗീകരിക്കില്ല, ദുരഭിമാനമാണ്. മാനസികമായി അംഗീകരിച്ചാൽ മതി. അവരുന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ് ഖുർആൻ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളിൽ നേരത്തെ അവതീർണമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രവാചകൻ എന്ന് പറയുന്ന മനുഷ്യൻ കട്ടെടുത്ത് കോപ്പിയടിച്ചുണ്ടാക്കിയതല്ലേ ഖുർആൻ എന്ന്. അതും പരിശോധിക്കപ്പെടേണ്ട ഒരു ആരോപണം തന്നെയാണ്. സത്യത്തിൽ ഈ ആരോപണവും ക്രിസ്ത്യൻ മിഷണറിമാരാണ് മീസാനുൽ ഹക്ക്, സത്യപുസ്തകം തുടങ്ങിയ കൃതികളിലൂടെ അസത്യത്തിൻ്റെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇറക്കുമതി ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. കാരണം എന്ത്?
ഒരിക്കലും ഇവിടെ നിരീശ്വരവാദികൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇസ്ലാമിൻ്റെ ആരംഭം ഉണ്ടായിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷമല്ല. ക്രിസ്താബ്ദം 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ച മതമാണ് ഇസ്ലാം. അള്ളാഹുവിന് 4 ഗ്രന്ഥങ്ങളും 100 ഏടുകളും അവതീർണമാക്കിയിട്ടുണ്ട് അള്ളാഹു. ആ 4 ഗ്രന്ഥങ്ങൾ അതേപോലെ ഏടുകളിലൊക്കെ അള്ളാഹു മനുഷ്യരോട് സംസാരിച്ച കാര്യങ്ങളുടെ രത്നസാരം 3 അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു മനുഷ്യരും തമ്മിലുള്ള വിശ്വാസപരമായ കാര്യം. വിശ്വാസപരമായ കാര്യം സംസാരിക്കുമ്പോൾ അവിശ്വാസം പറയും, വിശ്വാസത്തിൻ്റെയും നേതാക്കന്മാരെ പറയും, അതിൻ്റെ ചരിത്രം പറയും. ഈ കാര്യം സ്വാഭാവികമായി എല്ലാ ഗ്രന്ഥങ്ങളിലും സമാനമായി ആവർത്തിക്കപ്പെടും. കാരണം ചരിത്രം മാറില്ലല്ലോ. 1-ാം ലോക മഹായുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്ത് എന്ന് 10-ാം ക്ലാസ്സിലും +2-ലും ഡിഗ്രിയിലും PGയിലും ഒന്ന് തന്നെയായിരിക്കും ഉത്തരം. കണക്കും ചരിത്രവും മാറില്ല. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ചില ആളുകളാണ് ഇവിടെ കണക്കും ചരിത്രവും പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് കഷ്ടം. അങ്ങനെ വരുമ്പോൾ മുൻ വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാവണം അത്തരം മേഖലയിൽ ഖുർആനിലും വരുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണം അന്ത്യപ്രവാചകൻ എന്നാണ്. ഖാത്തിമുൽ അംബിയ ആണ്. അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞാൽ 1,25,000 പ്രവാചകന്മാർ പറഞ്ഞ കാര്യം അവസാനമായി പറയാൻ വന്ന ആൾ എന്നാണ്. അതിനു മുമ്പ് പ്രവാചകന്മാർ വന്ന് പറഞ്ഞ കാര്യം അതിൻ്റെ സമാപനമായി സമ്പൂർത്തീകരണം എന്നോണം സംസാരിക്കാൻ വന്ന ആൾ. അപ്പോൾ സ്വാഭാവികമായി മുൻ വേദങ്ങൾ സംസാരിക്കണം. മുസദ്ദിഖുൽ ലിമാ ബൈന യദൈഹി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുൻ വേദങ്ങൾ സത്യവൽക്കരിക്കുന്ന ആൾ. ആ വേദങ്ങളിൽ പോലും കൈക്കടത്തലുകൾ നടത്തി അത് നാടൻ കഥകളായി പരിവർത്തിക്കപ്പെട്ട ഒരു സമയത്തായിരുന്നു പ്രവാചകൻ്റെ ആഗമനം. അപ്പോൾ അത് ഇങ്ങനെ പലരും പറയുന്നത് പോലെയല്ല അതിൻ്റെ വാസ്തവം എന്ന് നമുക്ക് അറിയിച്ചു തരുവാൻ വേണ്ടി കൂടിയാണ് പ്രവാചകൻ വന്നത്. മുഹൈമിനാണ് പ്രവാചകൻ, മുസദ്ദിഖാണ് പ്രവാചകൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് മുൻവേദങ്ങളിൽ വന്നത് ഇസ്ലാമിൻ്റെ അവസാന ഗ്രന്ഥമായ ഖുർആനിലും ഉണ്ട് എന്നുള്ളത് മുൻവേദങ്ങളും ഖുർആനും ഒരു സ്രോതസ്സിൽ നിന്നാണ് അതിൻ്റെ സത്യതയുടെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. മാത്രവുമല്ല നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കുവാൻ പറ്റും. എന്നാൽ ഇവിടെ ചില മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ അതും വിശുദ്ധ ഖുർആനും തമ്മിൽ വ്യത്യാസവുമുണ്ട്. ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ സത്യത്തിൽ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ ബൈബിൾ അതിൻ്റെ പുതിയ നിയമവും പഴയ നിയമവും കൈകടത്തലുകൾക്ക് വിധേയമായി എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അതിൻ്റെ അവതീർണപരമായ തനിമയും തന്മയത്വവും ഒരംശം ബാക്കിയില്ല എന്ന്. പഴയ നിയമം 39 പുസ്തകമാണ്. ബനു ഇസ്രായേലി സമൂഹത്തിൻ്റെ ചരിത്രം, ആരാധനാരീതികൾ, ജീസസ് ക്രിസ്റ്റിന് ശേഷമുള്ള ചരിത്രവും ആരാധനാരീതികളും കാര്യങ്ങളും വിശദീകരിക്കുന്ന പുതിയ നിയമം, അതും 24-27 പുസ്തകങ്ങൾ. അപ്പോൾ ഏകമാനകമായ സ്രോതസ്സില്ല, ഏകമാനകമായ ഭാഷയില്ല. ഇങ്ങനെ അടിസ്ഥാനപരമായ ക്രൈസ്തവ വേദങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനിടയിലുള്ള ആരോപണം പോലെ ഒരു ആരോപണം ഖുർആൻ്റെ നേരെയും ഉണ്ടാക്കാനാണ് സത്യത്തിൽ അവരിങ്ങനെ ഞങ്ങളുടെ കഥകൾ തന്നെയാണ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥത്തിലും ഉള്ളത് എന്ന് പറയുന്നത്. പക്ഷേ വ്യത്യാസമുണ്ട് ചില കാര്യങ്ങളിൽ. കൈക്കടത്തലുകൾ ഉണ്ടായതുകൊണ്ടുണ്ടായ വ്യത്യാസമാണത്. മൂസ അലൈഹിസ്സലാമിനെ വളർത്തിയത് ഫറവോൻ്റെ റംസീസ് II ഭാര്യയാണ് എന്നാണ് ഖുർആൻ, മകളാണ് എന്നാണ് ബൈബിൾ. മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വിലക്കപ്പെട്ട പശുവിനെ ഉണ്ടാക്കിയത് സാമരിയാണെന്നാണ് ഖുർആൻ. അത് മൂസ അലൈഹിസ്സലാമിൻ്റെ ജ്യേഷ്ഠ പ്രവാചകൻ ഹാറൂൻ നബി അലൈഹിസ്സലാം ഹാറൂനാണെന്നാണ് ബൈബിൾ. ഇനി അതിൽ പറഞ്ഞത് അല്ലാത്തത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സാലിഹ് നബിയുടെയും ഹൂദ് നബിയുടെയും ഷുഐബ് നബിയുടെയും കഥകൾ ബൈബിളിലില്ല, അത് ഖുർആനിലുണ്ട്. മാത്രവുമല്ല ഖുർആൻ എന്ന് പറയുന്നത് അതിൻ്റെ മുൻവേദങ്ങളെ മുഴുവനും അപ്രാബല്യപ്പെടുത്തി നിയമ ഭേദഗതി വരുത്തുവാൻ ഇറങ്ങിയ ഗ്രന്ഥം തന്നെയാണ്. അതിൻ്റെ മുമ്പുള്ളത് മുഴുവനും നിർവീര്യമായി. ഇനി അവസാന കാലത്ത് ഇഞ്ചിയിൽ അവതരിപ്പിക്കപ്പെട്ട ഈസാ അലിഹിസ്സലാം വരുമ്പോൾ ഖുർആനികമായിട്ടുള്ള ഭരണവും ജീവിതവുമാണ് കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു സമാനത ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും സത്യതയുടെ തെളിവാണ്. മറ്റൊരു കാര്യം, 3 കാര്യമാണ് അള്ളാഹുവിൻ്റെ സംവേദനത്തിൻ്റെ ആകത്തുക എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് വിശ്വാസപരമായ കാര്യം, അത് സാമ്യതയുണ്ടാകും. മറ്റൊരു കാര്യം മനുഷ്യർ അള്ളാഹുവിന് ചെയ്യേണ്ട, സൃഷ്ടാവിന് ചെയ്യേണ്ട ആരാധനാ രീതികളുടെ സ്വഭാവമാണ്. അതിൽ വ്യത്യാസമുണ്ടാകും. നാഗരികതയും ജനപദങ്ങളും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അതിൽ വ്യത്യാസപ്പെടും. അപ്പോൾ അതിൽ മുൻവേദങ്ങളിൽ പറഞ്ഞ രീതി തന്നെയാവണമെന്നില്ല ഖുർആനിൽ പറയുന്ന രീതി. മറ്റൊന്ന് സാമൂഹികമായിട്ടുള്ള പെരുമാറ്റ ചട്ടങ്ങളും മര്യാദകളുമാണ്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, മാറ്റമില്ലായിരിക്കാം. ഈ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം ഏത് ലളിതമായ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അപ്പോൾ പ്രവാചകൻ മറ്റു വേദങ്ങളിൽ നിന്ന് കോപ്പിയടിച്ച് പറയുന്നതല്ലേ എന്ന ആരോപണം സത്യത്തിൽ ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ള ഒരു വാദഗതി തന്നെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ. ഈ ആരോപണം മക്കയിലെ പ്രവാചകൻ്റെ സമകാലീനരായ ആളുകൾക്ക് ആദ്യമുണ്ടായിരുന്നു. പക്ഷേ അവർ ഈ ആരോപണം ഉന്നയിച്ചത് ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട മനസ്സിൽ വെച്ചുകൊണ്ടല്ല. അവർ അത്ഭുത പരതന്ത്രരായി പറഞ്ഞു പോവുകയായിരുന്നു. പാടുകയോ പറയുകയോ അല്ലാത്ത ഈ അത്ഭുതമായ ഈ വചനങ്ങൾ, ഈ സ്വരരാഗ സരിത്ത്, അതിൻ്റെ ഉറവിട സ്ഥാനം എവിടെ നിന്നാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയായ്മ കൊണ്ട് അവർ പറയാൻ തുടങ്ങി, ഇത് പ്രവാചകന് ആരോ രാവിലെയും വൈകുന്നേരവും പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ നിഗൂഢമായ കഥകളൊക്കെ മുൻഗാമികളുടെ കഥകളുമാണ്. അവർ പറഞ്ഞു, കാലു അസാത്തിറുൽ അവലീൻ ഇക്തതബഹ ഫഹിയ തുംല അലൈഹി ബുക്റതൻ വ അസീല വഇദാ തുസ്ല അലൈഹി ആയാതുന കാലു അസാത്തിറുൽ അവലീൻ. ഒരുപാട് വചനങ്ങളുണ്ട്. ഈ ഖുർആൻ വചനങ്ങൾ അവതീർണമാക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുമ്പോൾ അവർ പറയും ഇതൊക്കെ മുൻഗാമികളുടെ കഥകളാണ്, ഇത് പ്രവാചകൻ എഴുതി പിടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രവാചകന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരോ ഇത് മൊഴിഞ്ഞു കൊടുക്കുകയാണ് എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി.
അവർ അത് അത്ഭുതപൂർവ്വം പറഞ്ഞതാണ്. ഈ ഖുർആൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും പ്രവാചകൻ്റെയും എതിരാളികൾ പോലും അത്ഭുത പരതന്ത്രരായി പോയിട്ടുണ്ട്. അബൂ സുഫിയാനെ പോലെയുള്ള, അബൂ ജഹലിനെ പോലെയുള്ള, അർക്കസിനെ പോലെയുള്ള, വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ പ്രമാണിമാർ, നേതാക്കന്മാർ, പ്രവാചകൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രവാചകൻ പാരായണം ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പിന്നിലും മറവിലുമൊക്കെ പാത്തും പതുങ്ങിയും ഒളിച്ചു പോയിരുന്നു കേട്ടു എന്നാണ്. അങ്ങനെ പോലും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ ഉച്ചരിക്കുമ്പോൾ വായ തുറക്കുമ്പോൾ അവരും അറിയാതെ റിഫ്ലക്സീവായി വായ തുറന്നുപോയി. പ്രവാചകൻ പാരായണത്തിൻ്റെ സാഷ്ടാംഗത്തിലേക്ക് പോകുമ്പോൾ അവരും പാരായണത്തിൻ്റെ സാഷ്ടാംഗത്തിലേക്ക് വീണുപോയി. അത്രത്തോളം അവരെ മയക്കിയ ഗ്രന്ഥമാണ്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഉറവിടം എവിടോ നിന്നു ആണ് എന്നവർക്ക് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അവരെ പ്രവാചകനും ഖുർആനും തിരുത്തി. മാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ ഔ തഖുത്തുഹു ബിയമീനിക് ഇദൽ അർതാബൽ മുബ്തിലൂൻ. അതായത് ഈ പ്രവാചകൻ ഇത് പറയുന്നതിന് മുമ്പ്, ഖുർആൻ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു പുസ്തക പാരായണം നടത്തുന്നതോ ഒരു ഗ്രന്ഥരചന നടത്തുന്നതോ എഴുതുന്നതോ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ആ ആരോപണങ്ങൾ. നിരക്ഷരൻ എന്ന അർത്ഥത്തിൽ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ കഥകൾ എങ്ങനെ സ്വയം എഴുതും? അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇത്ര മനോഹരമായിട്ട് അങ്ങനെ ഈ ഖുർആൻ പെടുന്നതിന് രാവും പകലും വ്യത്യാസമില്ലാതെ ഉണ്ടാക്കുവാൻ കഴിയും? മാത്രമല്ല പ്രവാചകൻ്റെ ജീവിതം എന്ന് പറയുന്നത് തുറന്നു വെച്ച പുസ്തകമാണ്. കണ്ടുമുട്ടുന്ന ഇടങ്ങൾ, ചെന്നു കയറിയ ഇടങ്ങൾ, പ്രവാചകനെ വന്നുകണ്ട സാർത്ഥവാഹക സംഘങ്ങൾ, പ്രവാചകൻ്റെ ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, രാവുകൾ, പകലുകൾ ഒക്കെ രേഖീയമാണ്. നടക്കുന്ന നടത്തത്തിൻ്റെ പാദപതനങ്ങൾ, കാൽവെപ്പ് പോലും അനുയായികളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രവാചകൻ ആവശ്യ നിർവഹണത്തിന് വേണ്ടി രഹസ്യമായ ഭാഗത്തേക്ക് പോകുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു എന്നറിയാൻ ആളുകൾ ഉയരമുള്ള കെട്ടിടത്തിൽ കയറി നിന്ന് അതിൻ്റെ ദിശ പോലും രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെ പ്രവാചകൻ്റെ അനുയായികളും പ്രവാചകൻ്റെ എതിരാളികളും പ്രവാചകനെ രായിമാനം ഫോളോ ചെയ്തിരുന്നു. അങ്ങനെയുള്ള നബി എപ്പോൾ എവിടെ വെച്ചിത് സ്വയം സൃഷ്ടിക്കും? ആ ആരോപണം ശരിയല്ല എന്ന് സമകാലീനരായ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അവർ അടവ് മാറ്റി. അവർ പറഞ്ഞു ഇത് നദർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന പേർഷ്യക്കാരനായ ഒരു വ്യാപാരിയിൽ പ്രവാചകനെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോഴാണ് ഖുർആൻ അവരെയും തിരുത്തിയത്. പേർഷ്യക്കാരൻ എങ്ങനെ റോമക്കാരെ കഥ പറഞ്ഞു കൊടുക്കും? ഈജിപ്തുകാരുടെ കഥ പറഞ്ഞു കൊടുക്കും. വരാൻ പോകുന്ന നാളെകളിലെ കഥ പറയും. ശാസ്ത്രീയ സത്യം പറയും. ആകാശങ്ങൾക്ക് മുകളിലുള്ളതും സമുദ്രത്തിൻ്റെ അടിയിലുള്ളതും പറയും. പേർഷ്യയിലെ കഥ മാത്രമല്ലല്ലോ ഖുർആനിലുള്ളത്. അങ്ങനെ അവരന്നുന്നയിച്ച ആരോപണങ്ങളെ അക്കാലത്ത് തന്നെ ഖുർആൻ മുഴുവനും ഖണ്ഡിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളെ പൊടിതട്ടിയെടുത്ത് ഇന്ന് ആവിഷ്കരിക്കുന്നവർക്ക് യുക്തിഭദ്രമായിട്ടുള്ള ഒരു നിലപാടോ ഒരു സ്കോളറിക് വാല്യൂ പോയിന്റ് പ്രസൻറ്റ് ചെയ്യുവാനുള്ള ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. പിന്നെ അവരുന്നയിക്കുന്ന വലിയൊരു തമാശയുണ്ട്. അത് വലിയൊരു തമാശയാണ്. അതായത് അവർ പറയും ഖുർആൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെയാണ് അംഗീകരിച്ചു. പക്ഷേ പ്രവാചകന് അവതീർണമായ ഖുർആനിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഇന്ന് സ്ഖലിച്ചു പോയിട്ടുണ്ട്. അവിടെ തമാശ എന്ന് ഞാൻ പറയാൻ കാരണം അങ്ങനെ ഒരു കാര്യം അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർ ഉപയോഗപ്പെടുത്തുന്നത് ചില ഹദീസുകളാണ്. ഇവരാകട്ടെ ഹദീസൊന്നും വാസ്തവമല്ല, ഹദീസ് നിവേദനം ചെയ്യുന്ന ആളുകളൊന്നും വിശ്വസ്തരല്ല എന്ന് പറഞ്ഞ് ഹദീസ് നിഷേധികളുമാണ്. അവരിൽ പലരും ഖുർആൻ അംഗീകരിക്കുന്നവരുമാണ്. അപ്പോൾ അവർ വിശ്വസിക്കാത്ത ചില ഹദീസിൻ്റെ വചനങ്ങൾ അവർ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ സൂറത്തുൽ അഹ്സാബിൽ 200 വചനങ്ങളുണ്ടായിരുന്നു, ഇന്ന് 72 ഉള്ളൂ. ആയത്തുർ റജും, വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്ന വചനമുണ്ട്, ഇന്ന് കാണാനില്ല. അതേപോലെ മുലകുടി ബന്ധത്തെ സംബന്ധിച്ച് ചില വചനങ്ങളുണ്ടായിരുന്നു, ഇന്ന് ആ ആയത്ത് വചനം കാണാനില്ല. അതേപോലെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആനിൻ്റെ കയ്യെഴുത്തു പ്രതികൾ, കടലാസുകൾ അവരുടെ കട്ടിലിൻ്റെ അടിയിൽ സൂക്ഷിച്ച സന്ദർഭത്തിൽ ആട് തിന്നുകളഞ്ഞു. അങ്ങനെ ചില ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. പക്ഷേ ആ ആരോപണം അവർ ഉന്നയിക്കുവാൻ അവർക്ക് പ്രേരണ നൽകുന്ന, അവർ ആശ്രയിക്കുന്ന, അവരുടെ സ്രോതസ് അവർ നിഷേധിക്കുന്ന ഹദീസുകളാണ്. അതേസമയം അവരിൽ പലരും അംഗീകരിക്കുന്ന ഖുർആനിൽ എന്തുണ്ട്? മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ ഔ മിഥ്ലഹ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ചില വചനങ്ങളെ നാം ഭേദഗതിപ്പെടുത്തും, അപ്രാബല്യപ്പെടുത്തി പുതിയ നിയമങ്ങൾ പുനഃസ്ഥാപിക്കും. ഒരുപക്ഷെ അതുപോലുള്ളവ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് വിശുദ്ധ ഖുർആനിലെ വചനമാണ്. അല്ലെങ്കിൽ അത് സൂറത്തുൽ ബഖറയിലെ വചനമാണ്. സൂറ നെഹ്റിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒരു വചനത്തെ മാറ്റി തലസ്ഥാനത്ത് വേറെ വചനം അള്ളാഹു കൊണ്ടുവരും. അങ്ങനെ താൻ എന്ത് അവതീർണമാക്കി എന്ന കാര്യത്തിൽ അള്ളാഹുവിന് കൃത്യമായ ധാരണയുണ്ട്. ഇത് ഈ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നവരോട് ഭേദഗതി വരുത്തും എന്ന് പറഞ്ഞ ഖുർആനിൻ്റെ ഭേദഗതി വരുത്തിയ വചനമേത്, ഭേദഗതി വരുത്തപ്പെട്ട വചനമേത് എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടാവില്ല. അവർ അംഗീകരിക്കുന്ന ഖുർആൻ വാക്യത്തിൻ്റെ ആശയം എന്താണ് എന്നവർ പറയില്ല, ഉത്തരം അറിയില്ല. അതേസമയം അവർ തള്ളുന്ന ഹദീസ് അവർ കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് ആ ഹദീസിൻ്റെ നിജസ്ഥിതി ഒന്ന് പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതീർണമാകുമ്പോൾ ഒരാരോപണം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ചായി കൊണ്ടുപോകാം. ഇങ്ങനെയും കൂടി അവർ പറയാറുണ്ട്. നമുക്ക് ഒന്നിച്ചൊരു മറുപടി പറയാം. അതായത് വ്യത്യസ്ത ഇനം ഖുർആനുകളുണ്ട്. 26 ഇനമുണ്ട്, 40 ഇനമുണ്ട്. ഖുർആൻ ഏകമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ചില വിരുദ്ധന്മാർ പറയാറുണ്ട്, ചില കളവന്മാരും പറയാറുണ്ട് വള്ളിക്കും പുള്ളിക്കും കോമക്കും വ്യത്യാസമില്ലാത്ത ഖുർആനാണെന്ന് മുസ്ലിങ്ങൾ പറയും എന്ന്. ഈ ഖുർആൻ അവതീർണമാകുന്ന കാലത്ത് വള്ളിയും കോമയും പുള്ളിയും ഇല്ലായിരുന്നു എന്നുള്ളത് പോലും പലതും അറിയാത്തതുപോലെ ആ മനുഷ്യൻ അറിയില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് മറുപടി അർഹിക്കാത്തത് കൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലുന്നില്ല. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഖുർആൻ അവതീർണമാവുകയാണ്.
ഖുർആൻ അവതരണമാകുമ്പോൾ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് സൗത്തോ ശബ്ദമോ അക്ഷരമോ ഇല്ലാത്ത അള്ളാഹുവിൻ്റെ ആശയം മലക്ക് മനസ്സിലാക്കിയിട്ട് ആ മലക്കിൻ്റെ ഭാഷയിൽ പ്രവാചകന് പറഞ്ഞു കൊടുത്തപ്പോൾ പ്രവാചകനാണ് ഭാഷീകരിച്ചത് എന്ന് പറഞ്ഞതുപോലെ അവിടെയും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഖുർആൻ്റെ അഭിസംബോധിത സമൂഹം അറബ് സമൂഹം മാത്രമല്ല, ലോക മാനവരാശിയാണ്. പക്ഷേ അത് ഏറ്റെടുക്കുന്ന സമൂഹം അറബ് സമൂഹവുമാണ്. അതിനും ന്യായമായും ചില കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. അറബ് സമൂഹം അന്ന് അറബിയുടെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഖുർആൻ എന്തുകൊണ്ട് യൂറോപ്പിൽ ഇറങ്ങിയില്ല, എന്തുകൊണ്ട് അമേരിക്കയിൽ ഇറങ്ങിയില്ല? വിഡ്ഢിത്തമാണ്. ചുരുങ്ങിയത് അള്ളാഹുവിന് ഖുർആൻ അമേരിക്കയിൽ അവതരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറബിയിൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അവതരിപ്പിച്ചു എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അതിൻ്റെ വാസ്തവം, അതിൻ്റെ പൊരുൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് പൊരുളുകളുണ്ട്. ലോക നാഗരികതകൾ പരസ്പരം സഞ്ചരിച്ചിരുന്ന ഒരു പോയിൻ്റായിരുന്നു അറബ്യ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല അറബ്യ അന്നു മുതൽ ഇന്നോളം വൈദേശികമായ ആധിപത്യത്തിന്, കൊളോണിയൽ വൽക്കരണത്തിന് വിധേയമായിട്ടില്ല. അറബ് ഭാഷയ്ക്കും ദാർശനികമായിട്ടുള്ള ഒരുപാട് മാനങ്ങളുണ്ട്. ലോകത്ത് അറബ് ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെട്ട അതിൻ്റെ ഭാഷാപരമായ മുന്തിപ്പ്, കുറഞ്ഞ പദം കൊണ്ട് കൂടുതൽ അർത്ഥങ്ങളെ പ്രതിഫലിപ്പിക്കുവാനുള്ള അതിൻ്റെ ഘടനാപരമായ സിദ്ധി. ലോകത്ത് അറബി അല്ലാതെ നിലനിൽക്കുന്ന ഭാഷകൾ നോക്കൂ. ലോകത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് 1500 കൊല്ലത്തെ പഴക്കമാണുള്ളത്. അറബ് ഭാഷയ്ക്ക് 4000 കൊല്ലത്തെ പഴക്കമാണുള്ളത്. പിന്നെയുള്ളത് ഗ്രീക്ക് ഭാഷയാണ്, 3500 കൊല്ലത്തെ പഴക്കമുണ്ട്. പക്ഷേ അറബ് ഭാഷ പോലെ അത് സാർവജനീനമായ ഭാഷയായിട്ടില്ല. ലോകത്ത് ഇന്ന് അറബ് ഭാഷ 26 രാജ്യങ്ങളിലെ ഔദ്യോഗിക ഭാഷയും 50-ലേറെ രാജ്യങ്ങളിലെ ഉപയോഗ ഭാഷയും 426 മില്യൺ ജനങ്ങളുടെ മാതൃഭാഷയുമാണ്. ആ സിദ്ധി ഗ്രീക്ക് ഭാഷയ്ക്ക് ഇന്നില്ല. ചൈനീസ് ഭാഷ ലോകത്തെ സാർവജനീനമായ ഭാഷയല്ല. അതേപോലെ സ്പാനിഷ് ഭാഷയും പോർച്ചുഗീസ് ഭാഷയും ഇറ്റാലിയൻ ഭാഷയും റൊമാനിയൻ ഭാഷയും ഫ്രഞ്ച് ഭാഷയും, ഇത് മൂന്നും ഈ 5 ഭാഷയും ലാറ്റിൻ ഭാഷകളാണ്. അതിന് മൗലികത അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ മൗലികത ഒരേ സമയം അവകാശപ്പെടാൻ, അതേപോലെ തന്നെ സാർവജനീനത അവകാശപ്പെടുവാനും കഴിയുന്ന ഭാഷയാണ് അറബ് ഭാഷ. ഇനി അറബ് ഭാഷയെ വെല്ലുന്ന വേറൊരു ഭാഷ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. ഭാഷാപരമായിട്ടുള്ള ശ്രേണീകരണം വ്യത്യസ്ത മാനദണ്ഡങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇന്തോ യൂറോപ്യൻ ഭാഷകൾ, ആഫ്രോ ഏഷ്യൻ ഭാഷകൾ, അമേരിക്കൻ ഭാഷകൾ, എസ്കലേറ്റ് ഭാഷകൾ, പല ഭാഷകളും. ആ ഭാഷകളുടെ കൂട്ടത്തിൽ ഇത്ര വ്യത്യസ്ത രൂപങ്ങളിൽ ഒരേ സമയം അതിൻ്റെ ആശയ പ്രതിനിധാനത്തിലും ആശയ പ്രകാശനത്തിലും ഉള്ള അതിൻ്റെ സംക്ഷിപ്തത, അതേസമയം തന്നെ അതിൻ്റെ സാർവജനീനത, അതേസമയം തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാലപ്പഴക്കം, അങ്ങനെ ഒരുപാട് സിദ്ധികൾ ഉള്ള ഭാഷയാണ് അറബ് ഭാഷ. പക്ഷേ അള്ളാഹു അറബ് ഭാഷയിൽ മാത്രമല്ല, ഹീബ്രു ഭാഷയിൽ ഗ്രന്ഥമാർക്കിയിട്ടുണ്ട്, സുറിയാനി ഭാഷയിൽ ഗ്രന്ഥമാർക്കിയിട്ടുണ്ട്, അതേപോലെ യവന ഭാഷയിൽ, യുനാനി ഭാഷയിൽ ഗ്രന്ഥമാർക്കിയിട്ടുണ്ട്. എല്ലാ ഭാഷകളും അള്ളാഹു പഠിപ്പിച്ച ഭാഷകളാണ്. ഞാൻ അറബ് ഭാഷയുടെ ഒരു മേന്മ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഭാഷകൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി അവരുടെ ഡയലക്ട്സുകൾ വ്യത്യാസപ്പെടും. അതൊരു സ്വാഭാവികതയാണ്. ഡയലക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക മൊഴിഭേദങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് നോക്കൂ, വാട്ട് എന്നതിൻ്റെ മലയാളമായി എന്ത്, എന്തായിരുന്നു, എന്തേനു, എന്ന പല ശബ്ദങ്ങളുമുണ്ട്. തിരുവനന്തപുരത്തുള്ള ശബ്ദമായിരിക്കില്ല കാസർഗോട്ടെ ശബ്ദം. ഇനി നമ്മൾ ഒരു തിന്നുന്ന മുട്ട ഉദാഹരിച്ച് നോക്കൂ. ഓർമ്മ വന്ന 1-2 കാര്യം പറഞ്ഞു വന്നേ ഉള്ളൂ. മുട്ട എന്ന് പറയും, മുട എന്ന് പറയും, മുടുക എന്ന് പറയും, കാര്യം ഒന്നാണ്. അങ്ങനെയുള്ള ഒരേ ആശയത്തെ പ്രതിനിധീകരിക്കുന്ന നേരിയ വ്യത്യാസമുള്ള മൊഴിഭേദങ്ങൾക്കാണ്, പ്രാദേശിക മൊഴിഭേദങ്ങൾക്കാണ് ഡയലക്ട്സ് എന്ന് പറയുക. അറബ് നാട്ടിൽ 7 പ്രാദേശികമായ ഡയലക്ട്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഖുറൈഷിൽ തന്നെ മുദർ, അതേപോലെ സഖീഫ്, തമീമ്, കിനാന, സഖീഫ്, യമനി, ഇതേപോലെയുള്ള 7 ഗോത്രങ്ങൾ. ആ 7 ഗോത്രങ്ങൾക്ക് നേരിയ വ്യത്യാസം അവരുടെ ചില മൊഴികളിലുണ്ടായിരുന്നു. അപ്പോൾ ഖുർആൻ അവതരണമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ 7 പ്രാദേശിക വൈവിധ്യങ്ങളിലും പാരായണം ചെയ്ത് കൊടുത്തിരുന്നു. പിന്നീട് പാരായകന്മാരെ അവരവരുടെ ഗോത്രത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവർ പഠിച്ചിരുന്നത് ഈ 7 വ്യത്യസ്തമായിട്ടുള്ള, ഖുർആൻ മുഴുവനും മാറി എന്നല്ല, ചില പദങ്ങളിൽ മാത്രം, ജുസുവത്ത്, യഖുസ്സു, യഖുല്ലു, അല്ലെങ്കിൽ മുഅ്മിൻ, മൂമിൻ, അലൈഹിം, അലൈഹിം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അത് മനഃപ്പാടമാക്കുവാനുള്ള എളുപ്പത്തിന് വേണ്ടിയായിരുന്നു. കാര്യം അതാണ്. ഓരോ ഗോത്രത്തിനും ഇത് മനഃപ്പാടമാക്കുവാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഹദീസുകളിൽ ഒരുപാട് പറയുന്നുണ്ട്. ഈ വിമർശകന്മാർ ഉന്നയിക്കുന്നത് പോലെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു രീതിയിൽ ഓതി, വേറൊരു സഹാബി മറ്റൊരു ഹിഷാം റളിയല്ലാഹു അൻഹു വേറെ രൂപത്തിൽ ഓതി എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ ഒരു കഴമ്പുമില്ല. കാരണം പ്രവാചകൻ തന്നെ പറഞ്ഞു, ഉൻസില അലയ്യ ബിസബഅതി അഹ്റുഫിൻ ഫഖറഉ ബിമാ ശിഅ്തും. ഹർഫ് എന്നാണ് ഈ ഡയലക്റ്റിൻ്റെ അറബി പ്രാദേശിക മൊഴിഭേദം. അങ്ങനെ 7 പ്രാദേശിക ഭാഷയിൽ എനിക്ക് അവതീർണമായിട്ടുണ്ട്. പിന്നീട് ആ 7 ഭാഷയിൽ അവതീർണമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ മറ്റൊരു കാര്യത്തിന് കൂടി നമുക്ക് വിശദീകരണം കിട്ടും. ആയിഷ ബീവിയുടെ ഖുർആൻ ഏടുകൾ ആടുതുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത് സ്വാഭാവികമായി ഈ കാലഘട്ടത്തിലായിരിക്കുമല്ലോ. കാരണം ആ വചനവും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ആയിഷ ബീവി അതേ സംബന്ധിച്ച് വിമർശകന്മാർ ഉന്നയിക്കുന്ന ഹദീസ് ഇങ്ങനെയാണ്: കാനത്ത് ഫി സ്വഹീഫത്തിൻ
പിന്നെ മാത്രം കാനത്ത് ഫി സഹീഫത്തിൻ കാനസ് തഹത്ത സരീറത്തി ഫമാത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതശാഗൽനാ ബിമൗതിഹി ഫദഖലത് ദാജിനു ഫഅകലഹ. ഇതാണ് വിമർശകന്മാർ ഉന്നയിക്കുന്ന ആ ഹദീസിൻ്റെ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിര്യാണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു രംഗം വിശദീകരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ചില പ്രതികൾ, കയ്യെഴുത്തു പ്രതികൾ എൻ്റെ കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹലോകവാസം വെടിയുന്നു. ഞങ്ങളൊക്കെ അതിൻ്റെ തിരക്കിൽ വ്യാപൃതരാകുന്നു. വീട്ടിൽ വളർത്തുന്ന ഒരു ആട് അകത്ത് കയറി അത് തിന്നുകളയുന്നു. അപ്പോൾ സ്വാഭാവികമായി വിമർശകന്മാർ പറയുകയാണ്, ക്രോഡീകരിക്കപ്പെട്ട ഖുർആനിൽ ആയിഷ ബീവിയുടെ ഏട്ടിൽ രേഖപ്പെടുത്തപ്പെട്ട ഖുർആൻ ഒഴിഞ്ഞു പോയിട്ടുണ്ടാകും സ്വാഭാവികമായും എന്ന്. അത് വാസ്തവമല്ല. എന്തുകൊണ്ട് വാസ്തവമല്ല എന്ന് ചോദിച്ചാൽ ഒരു കാരണം, ഈ ഹദീസ് ഇങ്ങനെ ഒരു പ്രസ്താവന ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മേൽ വ്യാജമായി കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ പറയുന്നത്. അലൂസി റൂഹുൽ മആനിയിൽ പറയുന്നത് ഫഹുവ മിൻ വഅഇൽ മലാഹിദ. അത് നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർ വെറുതെ പറയുന്നതാണ്. ഇനി വെറുതെ പറയുന്നതല്ല എന്ന് പറഞ്ഞാൽ തന്നെ പ്രവാചകൻ്റെ ഖുർആൻ എഴുതി വെച്ചത് കേവലം ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമായിരുന്നില്ല. 43 എഴുത്തുകാരുണ്ടായിരുന്നു പ്രവാചകന്. 43 എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുത്തുകാരുടെ നേതാവ് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകൻ്റെ സന്ധികൾ എഴുതിയിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകൻ്റെ കാലഘട്ടത്തിലുള്ള കടപ്പത്രങ്ങൾ എഴുതിയിരുന്നത് അബ്ദുല്ലാഹി ബിൻ അർഖം റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ കിട്ടിയ യുദ്ധമുതലുകൾ, അതിൻ്റെ ഓരോ കിട്ടിയത് വരവ് ചെലവ് കണക്കുകൾ എഴുതി വെച്ചത് അത് മുആയിഖ് ബിൻ അബി ഫാത്തിമ റളിയല്ലാഹു അൻഹു ആണ്. ആ ജനങ്ങളുടെ ആവശ്യം എഴുതി വെച്ചത് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ആണ്. ഇവരൊന്നും സ്ഥലത്തില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുത്തുകാരൻ പോലും ഉണ്ടായിരുന്നു. ഹൻളലത്ത് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബി ഫറസ് റളിയല്ലാഹു അൻഹു, 43 സഹാബികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ആട് തിന്നു എന്ന് വന്നാൽ തന്നെ ബാക്കി 46 ഏടുകൾ അവിടെ ബാക്കിയല്ലേ. മാത്രവുമല്ല ആയിഷ ബീവിക്ക് എന്തിനാണ് ആട് തിന്നു പോയ ഒരു ഏടിൻ്റെ ആവശ്യം? അതിബുദ്ധി സാമർഥ്യമുള്ള ബുദ്ധിമതിയായ ഒരു സ്ത്രീ അതൊക്കെ മനഃപ്പാടമാക്കി വെച്ചതാണ്. ഇനി അവിടെ ഇവർ ഇത് അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന വേറെ ചെറിയൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഭാഷയുടെയും ഭാവത്തിൻ്റെയും ഒരു വ്യത്യാസമാണ്. പ്രവാചകൻ്റെ ഖുർആൻ ആയിഷയുടെ കട്ടിലിൻ്റെ അരികെ വെച്ച് ആട് തിന്നു എന്ന് പരിഹാസ രൂപത്തിൽ പറയുമ്പോൾ അത് അവിടെ പരിഹസിക്കാനൊന്നുമില്ല. അന്ന് എല്ലിലും തോലിലും രേഖപ്പെടുത്തി വെക്കപ്പെടുന്ന ഒരു കാലത്ത് സാധ്യമാകുന്നതിൻ്റെ പരമാവധിയാണ് കടലാസിൽ എഴുതി വെക്കുക എന്നുള്ളത്. ഖുർആനോട് ആയിഷ ബീവി മഹദി പുലർത്തിയ ഒരു ബഹുമാനമാണത്. പിന്നെയോ കട്ടിലിൻ്റെ അടിയിൽ വെക്കുന്ന രീതി അന്നത്തെ സ്വാഭാവിക രീതിയായിരുന്നു. രാജാക്കന്മാർക്ക് മാത്രമേ ഷെൽഫുകളും അലമാരകളും ഉണ്ടാകുമായിരുന്നുള്ളൂ. പിന്നെ ആട് തിന്നു എന്ന്, ദാജിൻ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഏത് ആനിമലും പെടും. ഇനി ആടാണെങ്കിലും ആട് സ്വാഭാവികമായി ഗൃഹാന്തരീക്ഷത്തിലുള്ള ഒരു ജീവിയാണ്, പരിഹസിക്കാനൊന്നുമില്ല. ഇനി ആട് തിന്നാലും മഹദിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ഇനി മഹദിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്ന ചർച്ച പ്രസക്തവുമല്ല. കാരണം മറ്റു ആളുകൾ എഴുതി വച്ചിരുന്നു. മാത്രവുമല്ല ഇനി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു ആരോപണം കൂടി പൊളിയുകയാണ്. അതായത് ഒരുപാട് സഹാബികളെ രേഖപ്പെടുത്തിയ, പരസ്പരം പങ്കുവെച്ച ഖുർആനിൽ ഇന്ന സൂറത്ത് ഇത്ര ആയത്തുണ്ടായിരുന്നു, ചില വചനങ്ങൾ കാണുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടമായി. ആ കാലഘട്ടം ആകുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു 7 ഗോത്രത്തിൻ്റെ ഡയലക്ട്സിൽ ഖുർആൻ അവതീർണമായി എന്ന് ഞാൻ പറയുകയുണ്ടായി. ഈ കാലഘട്ടമാകുമ്പോഴേക്ക് ഇസ്ലാം ഏഷ്യൻ മൈനറും യൂറോപ്യൻ മുനമ്പും ആഫ്രിക്കയും ഒക്കെ ഇസ്ലാം എത്തിയിരുന്നു. സ്വാഭാവികമായി അവർ പാരായണം ചെയ്യുന്ന ഖുർആനിൽ പിഴവുകൾ വരാൻ തുടങ്ങി. പിഴവുകൾ വരാൻ തുടങ്ങിയപ്പോൾ അവർ കൂടിയാലോചിച്ച് തീരുമാനമെടുത്തു, ഒരു ഭാഷാ ശൈലിയിലേക്ക് ഖുർആൻ കൃത്യമാക്കണം, ഒരു ഡയലക്റ്റിലേക്ക്, ഹർഫിലേക്ക് അതിനെ ചുരുക്കി അതിനെ ക്രോഡീകരിക്കണം. അങ്ങനെ ആ സതുദ്യമത്തിൽ 12,000 സഹാബികൾ നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്തു എന്നാണ്. 12,000 സഹാബികൾ ആ ഉദ്യമത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ പരസ്പരം പങ്കുവെച്ച കാര്യമാണ് ഇന്ന് ഇവർ ദുരുപയോഗം ചെയ്യുന്നത്. ഒരു സഹാബി പറയും അഹ്സാബ് 200 അധ്യായം ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ അടുത്ത സഹാബി തിരുത്തും. എങ്ങനെയാണ് തിരുത്തുന്നത്? അത് നസ്ഖ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ ആയത്തു റജ്മോ അതും നസ്ഖ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ 10 തവണ മുല കുടിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ 10 തവണ കുടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന മാതൃബന്ധം സ്ഥാപിക്കപ്പെടാൻ എന്ന് പറയുന്ന വചനം നസ്ഖ ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഖുർആൻ ക്രോഡീകരണത്തിൻ്റെ സമയത്ത് പരസ്പരം സംസാരിച്ച കാര്യങ്ങൾ അത് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഏകോപിതമായിട്ടൊരു ഖുർആൻ അംഗീകരിച്ചു. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച മുസ്ഹഫ്. ആ മുസ്ഹഫിൻ്റെ ഡയലക്റ്റ് ഖുറൈശി ഡയലക്റ്റായിരുന്നു, ഖുറൈശി ഹർഫായിരുന്നു. കാരണം മാനക മലയാളം എന്ന് പറയുന്ന ഒരു മലയാളമുണ്ട്, പൊതു മലയാളം. ഓരോ നാട്ടിലും 6 നാട്ടിൽ 100 മലയാളമാണെങ്കിലും സംസാരിക്കുന്ന ഔദ്യോഗിക മലയാളം എന്ന് പറഞ്ഞതുപോലെ ഒരു ഔദ്യോഗിക അറബി ഖുറൈശി അറബിയാണെന്നവർ മനസ്സിലാക്കി. കാരണം 4000 കൊല്ലം പഴക്കമുള്ള അറബ് ഭാഷ ഖുറൈശികൾക്ക് കൊടുത്തത് ജുർഹൂം ഗോത്രമാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമീപത്തേക്ക് വന്ന് താമസിച്ച ജുർഹൂം ഗോത്രം, ഞാൻ ചരിത്രം പറയുന്നില്ല, അവരുടെ സന്താന പരമ്പരയാണ് ഖുറൈശ്. അപ്പോൾ അറബ് ഭാഷയുടെ പിതാവിൻ്റെ സന്താന പരമ്പരയായതിനാൽ ഖുറൈശി ഡയലക്റ്റിൽ അത് ക്രോഡീകരിക്കുകയും എന്നിട്ട് ഖുറൈശികളുടെ ലിപി അനുസരിച്ച് എഴുതുകയും ചെയ്തു. ഖുറൈശി ലിപിയിൽ അനുസരിച്ച് എഴുതുമ്പോൾ പരമാവധി
അവർ മാറ്റിയ മറ്റ് 6 ഡയലക്ട്സിനെയും ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുന്നത് പോലെ ശ്രമിച്ചിരുന്നു. അതായത് അന്ന് ഞാൻ പറഞ്ഞു വള്ളിയും പുള്ളിയും കുത്തും കോമയും ഒന്നും ഇല്ല എന്ന്. സ്വാഭാവികമായി ആ ആനുകൂല്യത്തിൽ അവർക്കെന്ത് സാധിച്ചു എന്ന് ചോദിച്ചാൽ മാക്സിമം ഭാഷാ ശൈലികളെ ഉൾക്കൊള്ളിക്കാനും സാധിച്ചു. ഇങ്ങനെയാണ് ഖുർആന്റെ ക്രോഡീകരണം അല്ലെങ്കിൽ ഖുർആന്റെ സംരക്ഷണം അള്ളാഹു ഉദ്ദേശിച്ചത്. കാരണം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് ഖുർആനിൽ ഉണ്ട്. അത് ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നവരുടെ ചുമതല. എന്താണെന്ന് ചോദിച്ചാൽ സംരക്ഷിക്കും എന്ന കാര്യം അള്ളാഹു ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് അള്ളാഹു സംരക്ഷിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനം അത് അർത്ഥം തെറ്റിയും പാരായണം മാറിയും അനാവശ്യമായിട്ടും ആളുകൾ കളിതമാശയായി കൊണ്ടു നടക്കാൻ പാടില്ല. അതിൻ്റെ സൂക്ഷ്മത എന്താണെന്ന് ചോദിച്ചാൽ ചിലതിനെ നസ്ഖ ചെയ്തു മാറ്റി, ചിലതിനെ പാരായണത്തിന് വേണ്ടി താൽക്കാലികമായി അവതീർണമാക്കി ക്രോഡീകൃത ഖുർആനിൽ നിന്ന് ഒഴിവാക്കി അള്ളാഹു മഹാഗ്രന്ഥത്തെ സൂക്ഷിക്കുകയായിരുന്നു. അവിടെ ഒരിക്കലും വ്യത്യസ്ത ഖുർആൻ ഉണ്ടായി എന്ന് പറയാൻ കഴിയുകയില്ല. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സൂറത്തുൽ അഹ്സാബിന് 200 വചനം ഉണ്ടായിരുന്നു, ചില വചനങ്ങൾ കാണാനില്ല തുടങ്ങിയ ഹദീസുകളുണ്ട്. അങ്ങനെ അവർ ആരോപിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ചില ഹദീസുകൾ കൊണ്ടുവരും. പക്ഷേ അവർക്ക് അറിയാതെ പോയത് എന്താണെന്ന് ചോദിച്ചാൽ ഖുർആനിൻ്റെ വലിയ ഒരു ശാസ്ത്രം ഉണ്ട്. ആ ശാസ്ത്രം അവർക്കറിയില്ല. നാസിഖ് മൻസൂഖ് മുഹ്കം മുത്തശാബിഹ് ഈ വചനങ്ങളെ സംബന്ധിച്ചുള്ള അറിവാണ് ഖുർആനികമായ ജ്ഞാനം എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്. എന്താണ് നാസിഖ് മൻസൂഖ്? ചുരുക്കി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ചർച്ചയിൽ. ഖുർആൻ അവതീർണമായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23 കൊല്ലത്തെ ഒരു സ്റ്റേജ് ലൈഫിലൂടെയായിരുന്നില്ല പ്രവാചകൻ്റേത്. മറിച്ച് വ്യത്യസ്തമായ ജനപദങ്ങൾ, നാഗരികതകൾ, കാലങ്ങൾ, അവസ്ഥകൾ, സാഹചര്യങ്ങൾ, ആ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഒക്കെ കൂടിയാണ് ഖുർആൻ സമ്പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായി ആദ്യകാലത്ത് അവതീർണമായത് പിൽക്കാലത്ത് ചിലതിനെ എന്ത് ചെയ്യേണ്ടി വരും? ഭേദഗതിപ്പെടുത്തേണ്ടി വരും. നിയമ ഭേദഗതിയും പുതിയ നിയമത്തിൻ്റെ സംസ്ഥാപനവുമാണ് നസ്ഖ്. അപ്പോൾ നാസിഖ് എന്ന് പറഞ്ഞാൽ ഭേദഗതി ചെയ്ത നിയമമോ ഭേദഗതി വരുത്തിയ വചനമോ, മൻസൂഖ് എന്ന് പറഞ്ഞാൽ ഭേദഗതി വരുത്തപ്പെട്ട നിയമമോ ഭേദഗതി വരുത്തപ്പെട്ട വചനമോ. അങ്ങനെ ഖുർആൻ മൊത്തം പരിശോധിച്ചാൽ ഖുർആനിൽ ഭേദഗതി വരുത്തിയ വചനങ്ങൾ മാത്രമുള്ള 36 അധ്യായങ്ങളുണ്ട്. ഭേദഗതി വരുത്തിയ വചനങ്ങളും വരുത്തപ്പെട്ട വചനങ്ങളുമുള്ള 6 അധ്യായങ്ങളുണ്ട്. ഭേദഗതി വരുത്തപ്പെട്ട വചനങ്ങൾ മാത്രമുള്ള 40 അധ്യായങ്ങളുണ്ട്. ഭേദഗതി വരുത്തിയതോ ഭേദഗതി വരുത്തപ്പെട്ടതോ ആയ വചനങ്ങൾ ഒട്ടുമേ ഇല്ലാത്ത 43 വചനങ്ങളുണ്ട്. 43 വചനങ്ങൾ ഭേദഗതി വരുത്തിയതുമില്ല വരുത്താത്തതുമില്ല. 40 അധ്യായങ്ങൾ ഭേദഗതി വരുത്തിയത് മാത്രം. 6 അധ്യായങ്ങൾ 40 അധ്യായങ്ങൾ ഭേദഗതി വരുത്തപ്പെട്ടത് മാത്രം. 6 അധ്യായങ്ങൾ ഭേദഗതി വരുത്തിയത് മാത്രം. 36 അധ്യായങ്ങൾ ഭേദഗതി വരുത്തിയതും വരുത്തപ്പെട്ടതും. ഇത് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം ഇതൊക്കെ നേരത്തെ ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്ന് ചിലരെങ്കിലും മനസ്സിലാക്കാനാണ്. അൽ ഇസ്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ, അൽ ബുർഹാൻ, അൽ മുസ്തസ്ഫ, നാസിഖ് വൽ മൻസൂഖ്, മനാഹിലുൽ ഇർഫാൻ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അതേ സംബന്ധിച്ച് രചിക്കപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ വചനങ്ങൾക്കും വളരെ കണിശമായ കൃത്യതയുണ്ട്. ഇപ്പോൾ ഖുർആനിൽ ഉള്ള ചില വചനങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വചനം അവിടെ ബാക്കിയായിരിക്കും, പക്ഷേ ആ നിയമം അവിടെ ബാക്കിയായിരിക്കില്ല. വേറെ ചില കാര്യങ്ങൾ വചനവും ഉണ്ടാകും, വചനവും അവിടെ ഉണ്ടാകും, അവിടെ വചനവും ഉണ്ടാവില്ല, അവിടെ നിയമവും ഉണ്ടാവില്ല. വേറെ ചില വചനങ്ങൾ അവിടെ നിയമമുണ്ടാകും, വചനമുണ്ടാവുകയില്ല. ഓരോന്നിനും നമുക്ക് ഉദാഹരണം പറയുവാൻ കഴിയും. ഇപ്പോൾ വചനമുണ്ട്, നിയമമില്ല, നിയമമുണ്ട്, വചനമില്ല, വചനവുമില്ല, നിയമവുമില്ല. ഈ പരിധികളിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഹദീസിൽ കണ്ടെത്തുവാൻ കഴിയുക. ഇപ്പോൾ അവരുദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ആയത്തുർ റജും, വ്യഭിചാരിച്ച ആണിനെയും പെണ്ണിനെയും എറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന അശൈഖ് വശൈഖത്ത് ഇദാ സനയ ഫർജുമുഹുമ എന്ന് പറയുന്ന വചനം. അത് ഖുർആനിൽ ഇന്ന് വചനമില്ല, പക്ഷേ ആ നിയമമുണ്ട്. എന്തുകൊണ്ട് നിയമമില്ലാതെ ആ വചനം ഇല്ലാതാക്കി എന്ന് ചോദിച്ചാൽ വേണ്ടത്ര അവധാനതയില്ലാതെ ഒരുപക്ഷെ ആളുകൾ അങ്ങനെ ചെയ്തേക്കും. ഒരു മുൻകരുതൽ, ഒരു സൂക്ഷ്മതക്ക് കൃത്യമായ വിചാരണയും കാര്യവും ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതുള്ളൂ. മറ്റു ചില കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വചനവുമില്ല, അതേപോലെ തന്നെ നിയമവുമില്ല. അത് നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർക്കപ്പെട്ട ഹദീസിലുള്ളതാണ്. ആദ്യ കാലഘട്ടത്തിൽ 10 തവണ മുല കുടിച്ചാൽ മാത്രമാണ് ഒരു അന്യ സ്ത്രീ മാതാവാകുന്നത്, മുലകുടി വഴി. പിന്നീട് ആ നിയമം ഇല്ലാതാക്കി, ആ വചനം ഇല്ലാതാക്കി. ചിലപ്പോൾ അവിടെ വചനം ബാക്കിയാകും, നിയമം ഉണ്ടാകില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ 1 കൊല്ലമാണ് ദീക്ഷാകാലം എന്ന് ഖുർആനിൽ വചനമുണ്ട്, പക്ഷേ അതിനെ ഭേദഗതിപ്പെടുത്തി 4 മാസവും 10 ദിവസവുമാണ്. വേറെ വചനങ്ങളുണ്ട്, അതിൽ പറയുന്നുണ്ട് മരണമെത്തിയാൽ മാതാപിതാക്കൾക്ക് വസൂയത്ത് ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ ആ വചനമുണ്ടെങ്കിലും നിയമമില്ല. ആ നിയമത്തെ ഭേദഗതിപ്പെടുത്തിയത് അനന്തരാവകാശികൾക്ക് വസൂയത്തില്ല എന്നുള്ള വചനം വഴിയാണ്, അല്ലെങ്കിൽ അനന്തരാവകാശത്തിൻ്റെ വചനങ്ങൾ വഴിയാണ്. വേറെ വചനങ്ങളുണ്ട്, നോമ്പിന് ഉറങ്ങി എഴുന്നേറ്റ ശേഷം സംസർഗമോ ഭക്ഷണപാനീയം ഭുജിക്കലോ പാടില്ല എന്ന് ആദ്യമുണ്ടായ വചനമാണ്. പക്ഷേ പിന്നീട് ഭേദഗതിപ്പെടുത്തി പ്രഭാതം പുലരുന്നത് വരെ പറ്റും എന്നാക്കി. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ തന്നെ പരാമർശിക്കപ്പെട്ടതാണ്. എന്നിരിക്കെ അതിൻ്റെ ശാസ്ത്രം അറിയാതെ ഖുർആനിനെ തൊലിപ്പുറമെ വീക്ഷിച്ച് ആരോപണം ഉന്നയിക്കുന്നത് ഒരു മഹാഗ്രന്ഥത്തോട് ചെയ്യുന്ന അനീതിയാണ്, ലോക നാഗരികതയോട് ചെയ്യുന്ന അനീതിയാണ്. ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇതിൻ്റെ കൂടെ അവർ കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ്, സ്വല്പം കഴമ്പുള്ള എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഖുർആനിലെ വെല്ലുവിളിയെ സംബന്ധിക്കുന്ന പരാമർശം.
ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഒരു ഗ്രന്ഥം കൊണ്ടുപോവാ, പിന്നീട് ഇത്ര പറഞ്ഞു, ആ ഗ്രന്ഥം എന്നുള്ളത് മാറ്റി ഒരു വചനം കൊണ്ടുപോവാ, ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിമർശകന്മാർ ഉന്നയിക്കുന്ന ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി രണ്ടെണ്ണമാണ്. ഒന്ന്, ഇത്രയും ശക്തിവാനായ അള്ളാഹു നിസ്സാരന്മാരായ മനുഷ്യന്മാരെ വെല്ലുവിളിക്കുകയോ? സ്വല്പം കഴമ്പുണ്ടെന്ന് തോന്നും. മറ്റൊന്ന്, ഇനി അങ്ങനെ വെല്ലുവിളി സ്വീകരിച്ച് മനുഷ്യന്മാർ ഒരു ഖുർആൻ കൊണ്ടുവന്നാൽ അതിൻ്റെ ശരിതെറ്റുകൾ, ഏതാണ് നല്ലത് ഏതാണ് അത്ര നല്ലതല്ലാത്തത് എന്ന് ആര് വിധിയെഴുതും? ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ആരോപണം ഉന്നയിക്കുന്നത് ഇത്ര വലിയ അള്ളാഹു ചെറിയ മനുഷ്യന്മാരോട് വെല്ലുവിളി നടത്തുന്നത് അപക്വതയല്ലേ എന്നാണ്. സത്യത്തിൽ വെല്ലുവിളി നടത്താനല്ല ഖുർആൻ അങ്ങനെ പറഞ്ഞത്. ഇത്രയും വലിയ ഖുർആനിനെയും ഇത്രയും വലിയ പൊരുളുകളെയും തൃണവത്ഗണിച്ചുകൊണ്ട് ഇതൊക്കെ മുൻഗാമികളെ കഥയാണ്, ഞങ്ങൾ പണ്ടേ കേട്ടതാണ്, ഇതിനേക്കാളും നല്ലത് ഞങ്ങളുടെ പക്കലുണ്ട് എന്നൊക്കെ വീരവാദം മുഴക്കി അപക്വത കാണിച്ച മനുഷ്യരോട് അള്ളാഹു പറഞ്ഞതാണ് എങ്കിൽ ഒന്ന് കൊണ്ടുപാടോ എന്ന സാറ്ററിക്കൽ സെൻസിൽ. അല്ലാതെ അത് ഒരു അടിസ്ഥാനവാദമായി വന്നതല്ല. ഇതിനേക്കാളും മെച്ചപ്പെട്ടതും ഇതുപോലുള്ളതും ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന് ഇസ്ലാമിനോടും ഖുർആനിനെ സംബന്ധിച്ചും പ്രവാചകനോടും പറഞ്ഞവരോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾ സ്വയം കൊണ്ടുവരണമെന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സഹായിയെയും തേടിക്കോ എന്ന് പറഞ്ഞതാണ്. സത്യത്തിൽ ആരാണ് അപക്വത കാണിച്ചത്? മറ്റൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി കൊണ്ടുവന്നാൽ ഏതാണ് ക്ഷേമം എന്ന് വിധിയെഴുതുമെന്നാണ്. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഇസ്ലാം പരിചയപ്പെടുത്തിയ ഖുർആനെ സംബന്ധിച്ച് ഇത് മുൻഗാമികളെ കെട്ടുകഥയാണ്, ഇത് വ്യാജമാണ് എന്നൊക്കെ പറയുന്നത് എല്ലാ അമുസ്ലിങ്ങളും അല്ല, അല്ലെങ്കിൽ എല്ലാ ഇസ്ലാം വിശ്വസിക്കാത്തവരുമല്ല, അവരുടെ ചില കേന്ദ്രങ്ങളും ചില നേതാക്കളുമാണ്. അതേ സമയം എന്താണ് വാസ്തവം എന്നറിയാത്ത ഒരു പൊതുസമൂഹം അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി പ്രവാചകൻ ഒരു ഖുർആൻ അവർക്ക് വായിച്ച് കേൾപ്പിക്കുന്നു. എതിരാളികളുടെ നേതാക്കന്മാർ അതിനെ പരിഹസിക്കുന്നു. ഇനി എതിരാളികളുടെ നേതാക്കന്മാർ സമാനമായ ഗ്രന്ഥം കൊണ്ടുവരട്ടെ, എന്നിട്ട് പ്രവാചകൻ്റെ ഖുർആനും മറുഭാഗത്ത് വെക്കട്ടെ, എന്നിട്ട് രണ്ടിലും ഏതാണ് ശരിയെന്ന് പരസ്പരം സന്ദേഹിക്കുന്ന കൺഫ്യൂസ്ഡായ പൊതുസമൂഹം തീരുമാനിക്കട്ടെ. അതല്ലേ ആ വെല്ലുവിളിയുടെ യുക്തി? അത്രമാത്രമല്ലേ അതിൻ്റെ യുക്തി? ആ യുക്തിയിൽ എന്താ യുക്തിക്ക് ഒരു ദോഷം, ഒരു കുറവ്? ഇത് രണ്ടും പൊതുസമൂഹം വിലയിരുത്തട്ടെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൊണ്ടുപോവാ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നല്ലേ പറയുന്നത് എന്നാണ് ആ വെല്ലുവിളിയുടെ സെൻസ്. മാത്രമല്ല ഇനി പറയട്ടെ, ആ വെല്ലുവിളി ഇന്നും ഉണ്ടല്ലോ, ഈ പരിഹസിക്കുന്ന നേരത്തെ സമാനമായതൊന്ന് കൊണ്ടുപോവാ. അപ്പോൾ പറയും സമാനമായത് രചിക്കപ്പെട്ടില്ല. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്ത് പോലും യൂറോപ്പിൽ കൊറോണ എന്ന് പറയുന്ന ഒരു ഖുർആനികമായിട്ടുള്ള അധ്യായത്തെ പരിഹസിക്കുന്നതുണ്ടായി. ഞാൻ പറയട്ടെ, കേവലം അതിൻ്റെ വാചികമായ ഘടനയോ അതിൻ്റെ അക്ഷരവിന്യാസമോ അല്ല വെല്ലുവിളിയുടെ ഒരു കഴമ്പ് എന്ന് പറയുന്നത്. 14 നൂറ്റാണ്ട് മുമ്പ് അവതീർണമായ വചനങ്ങൾ ഇന്നും 22-ാം നൂറ്റാണ്ടിലും ലോകത്തെ സ്പന്ദിപ്പിക്കുന്നു, ചലിപ്പിക്കുന്നു, നിശ്ചലമാക്കുന്നു, ഇന്നും സജീവ ചർച്ചകൾക്ക് വിധേയമാകുന്നു. അതാണ് അതിൻ്റെ വലിയൊരു മാസ്മരികമായിട്ടുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ലോകത്ത് ഖുർആന് സമാനമായ ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞ് ആയിരക്കണക്കിന് ഗ്രന്ഥം പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ ഒരു ഗ്രന്ഥം എന്നുള്ള നിലയിൽ എൻ്റെ വായനയിൽ ഞാൻ കണ്ടത് ദാസ് ക്യാപിറ്റലാണ്. പക്ഷേ ആളുകൾക്ക് മനഃപ്പാടമാക്കാൻ പറ്റുമോ ദാസ് ക്യാപിറ്റൽ? അതിൽ ഫിസിക്കലും മെറ്റാഫിസിക്കലും രണ്ടും പരാമർശിക്കുന്നുണ്ടോ? 1.5 നൂറ്റാണ്ടിൻ്റെ മീതെ അത് ലോകത്ത് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയോ? അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ട് എന്ന് ആളുകളോട് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട അവസ്ഥയല്ലേ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ തിരുക്കുറൾ, അത് ലോകത്തെ എത്ര പേരെ സ്വാധീനിച്ചു? അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ട് ഇല്ല, ലോകത്ത് എത്ര പേർക്ക് അറിയാം? ലോക ക്ലാസിക്കുകൾ. ഈ ഖുർആനിനെ സമാനമായി ലോകത്തെ സ്പന്ദിപ്പിക്കുന്ന ഗ്രന്ഥമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാസ്റ്റർ പീസ് ഗ്രന്ഥങ്ങൾ മുഴുവനും പരിശോധിക്കൂ. വാർ ആൻഡ് പീസ് എടുക്കൂ, അന്ന കരീനെ എടുക്കൂ, ലെഫിംഗ് മാൻ എടുക്കൂ, പാവങ്ങൾ എടുക്കൂ, നോട്ടർഡാമിലെ കൂനൻ എടുക്കൂ, പൗളോ കോയലയുടെ വിശ്വതമായിട്ടുള്ള കൃതികൾ എടുക്കൂ, മാർക്കോസിന്റെ പുസ്തകങ്ങൾ എടുക്കൂ, പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഗാലിന്റെയും കൃതികൾ എടുക്കൂ, കാളിദാസ കൃതികൾ എടുക്കൂ, ഹോമറിന്റെ പുസ്തകങ്ങൾ എടുക്കൂ. ഇത്ര സജീവമായിട്ട് ഒരേ സമയം അത് പാരായണം ചെയ്യപ്പെടുന്നു, അധ്യാപനം ചെയ്യപ്പെടുന്നു, മനഃപ്പാടമാക്കപ്പെടുന്നു, ചർച്ചകൾ നടക്കുന്നു. പാരായണം ചെയ്യലും മനഃപ്പാടമാക്കലും രണ്ടും ഒരേ സമയം വഴങ്ങുന്നു. ഗദ്യമാണോ ഗദ്യമല്ല, പദ്യമാണോ പദ്യവുമല്ല. ലോകത്ത് ഇപ്പോൾ ഒരുപാട് വിശുദ്ധ ഖുർആൻ പാരായകന്മാരുണ്ട്. ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആന്റെ മനോഹരമായി പാരായണം ചെയ്യുന്നവരുടെ ഖുർആൻ റെസിറ്റേഷൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടാൽ എത്ര 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ് മണിക്കൂറുകൾക്കൊക്കെ അത് കേട്ട് അതിൻ്റെ പിന്നാലെ കൂടുന്നത്. അങ്ങനെ ഒരു മാസ്മരികത വേറെ ഏത് ഗ്രന്ഥത്തിനാണുള്ളത്? ലോകത്ത് വലിയ പോപ്പ് സംഗീതജ്ഞന്മാരെ ആരാധിക്കുന്നവരുടെ ഫാനുകൾ, പക്ഷേ ഇഷ്ടപ്പെട്ട ഗായകൻ്റെയോ ഗായികയുടെയോ പാട്ട് ജീവിതത്തിൽ എത്ര തവണ പാടി എന്ന് ചോദിച്ചാൽ ഏറി വന്നാൽ 100-ലേറെ തവണ കേട്ടിട്ടുണ്ടാവുകയില്ല. ഇനി ദിവസവും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ എന്ന ചോദ്യം പോലും പ്രസക്തമല്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ്റെ ഒരു മാസ്റ്റർ പീസ് പുസ്തകം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നടൻ്റെ ഏറ്റവും വലിയ ഒരു പടം എത്ര തവണ കണ്ടു, വായിച്ചു എന്ന് ചോദിച്ചാൽ 100 ഉത്തരത്തിൽ വരില്ല, 50 വരില്ല, അതിനേക്കാൾ കുറഞ്ഞ സംഖ്യയായിരിക്കും വരിക. ദിവസവും എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ നോക്കൂ, ഇവിടെ വിശുദ്ധ ഖുർആൻ ഒരേ വചനങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുമ്പോൾ മടുപ്പില്ല. അപ്പോൾ അതിൻ്റെ വിശ്വാസികൾക്കല്ലേ അങ്ങനെ മടുപ്പില്ലായ്മ എന്ന് പറയുമ്പോൾ ആണ്. പക്ഷേ മറ്റേതിൻ്റെ വായനക്കാർക്ക് തന്നെയാണല്ലോ മടുപ്പ്. ഒരേ വചനങ്ങൾ തന്നെ ഒരു ദിവസം ഒരു വട്ടമല്ല, 5 നേരങ്ങളിൽ 17 തവണകളിൽ ഉരുവിടപ്പെടുകയാണ്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകന്മാരും മനഃപ്പാടമാക്കുകയാണ്. ആ ഖുർആൻ ശാസ്ത്രീയമായിട്ടുള്ള സൂചനകൾ, സാഹിത്യപരമായിട്ടുള്ള ശൈലീ പ്രയോഗങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും വലിയ നയതന്ത്ര തന്ത്രങ്ങൾ, ഏറ്റവും വലിയ ആധ്യാത്മികമായിട്ടുള്ള ആളുകൾക്കുള്ള സമുദ്ധാരണങ്ങൾ എല്ലാം ഒരേ സമയം കൊണ്ടുവരികയാണ്. ലോകമെങ്ങനെ ലോകത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെ ഖുർആനിൽ പറയുന്നുണ്ട്. ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുന്നു, ബിഗ് ക്രഞ്ചിനെ കുറിച്ച് പറയുന്നു,
ലോകം വാദപിണ്ഡമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ലോകത്തിൻ്റെ അടിസ്ഥാന ഭാവം ഇരുട്ടാണ്, പിന്നെയാണ് പ്രകാശത്തിൻ്റെ ദീപാങ്കുലങ്ങൾ കൊടുത്തപ്പെട്ടതെന്ന് ഖുർആൻ പറയുന്നു. മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. പർവ്വതങ്ങൾ ആണികളെ പോലെയാണെന്ന് ഖുർആൻ പറയുന്നു. കണ്ട ഭാഗത്തേക്കാൾ കൂടുതൽ താഴോട്ട് കാണാത്ത ഭാഗങ്ങളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വായുവിൽ ആകാശത്തിലേക്ക് കയറുമ്പോൾ വായുവിലുള്ള വാതായനങ്ങൾ ഇടുങ്ങിപ്പോകുന്നതിനാൽ അവിടെ സങ്കുചിത്വം അനുഭവപ്പെടുന്നു എന്ന് വ്യോമയാന ശാസ്ത്രം അതിൻ്റെ പ്ലീഹ കാലത്ത് പോലും എത്താത്ത ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. കരയും കടലും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എന്ന് വിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂചിപ്പിക്കുന്നു. വിരൽക്കൊടി അടയാളത്തിൻ്റെ വ്യത്യസ്തതയെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. പരാഗണം വിശുദ്ധ ഖുർആനിൻ്റെ പ്രമേയമാകുന്നു. ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കേവലം എൻ്റെ ഓർമ്മയിലുള്ളത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ആയിരക്കണക്കിന് ശാസ്ത്രീയമായ സൂചനകൾ. കടലിൻ്റെ ഉള്ളിൽ ഇരുട്ടാണെന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. ജനസംഖ്യാശാസ്ത്രം, ഡെമോഗ്രാഫി വികസിക്കാത്ത ആവിഷ്കരിക്കപ്പെടാത്ത കാലത്താണ് ഖുർആൻ പറഞ്ഞത് എല്ലാ മനുഷ്യരും ഉണ്ടായത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. നിങ്ങൾ ജനസംഖ്യയുടെ പിന്നിലോട്ട് സഞ്ചരിച്ചു നോക്കൂ. ജനസംഖ്യ പിന്നിലോട്ട് പോകുന്തോറും കുറഞ്ഞ് ത്രികോണത്തിൻ്റെ മുന കേന്ദ്രത്തിൽ തട്ടുന്നത് പോലെ ഒരു പുരുഷനിലേക്കും ഒരു സ്ത്രീയിലേക്കും തട്ടി പിന്നെ ഒരു പുരുഷനിലേക്ക് ഒരു ഒറ്റ ബിന്ദുവിലേക്ക് ചെന്നണയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഖുർആനെ സംബന്ധിച്ച് ഖുർആനെ എതിർക്കുന്നവരുടെ കയ്യിൽ പലപ്പോഴും ഖുർആൻ ആയുധം കൊടുത്തു ഖുർആൻ തകർക്കുവാൻ, എന്നിട്ട് പോലും സാധിച്ചില്ല. മറ്റുദാഹരണം കൂടി പറയാം. അബൂലഹബിൻ്റെയും പത്നിയുടെയും പതനം വിശുദ്ധ ഖുർആൻ പ്രമേയമാക്കുന്നുണ്ട്. സൂറത്തുൽ മസദിൽ അബൂലഹബും നശിക്കും ഭാര്യയും നശിക്കും. ഈ അബൂലഹബും ഭാര്യയും നശിക്കുമെന്ന വചനം അവതരണമാകുമ്പോൾ അബൂലഹബും ഭാര്യയും അത് കേൾക്കുന്നുണ്ട്. അബൂലഹബിനും ഭാര്യയ്ക്കും ഒരു നിമിഷം തീരുമാനിച്ചാൽ മതി, നാം വിശ്വസിക്കണം. നാം വിശ്വസിച്ച് മുസ്ലിങ്ങളായാൽ ഈ അധ്യായം എവിടെ കൊണ്ടുപോയി കളയും ഈ പ്രവാചകൻ? ബൈത്തുൽ മഖ്ദസിലേക്കായിരുന്നു, യെറൂശലേമിലേക്കായിരുന്നു മുസ്ലിങ്ങൾ ആദ്യകാലത്ത് ഖിബിലയായി തിരിഞ്ഞത്. മക്കയിലേക്ക് കഅബയിലേക്ക് മാതൃഭൂമിയോടുള്ള സ്നേഹം കാരണത്താൽ ഖിബില മാറ്റിക്കൊടുക്കും എന്നുള്ള സൂചനയായി ഒരു വചനമിറങ്ങി. ആ വചനമിറങ്ങുമ്പോൾ ഖുർആൻ പറഞ്ഞു ഇങ്ങനെ കഅബയിലേക്ക് ഖിബില മാറ്റുമ്പോൾ മക്കയിലുള്ള വിഡ്ഢികൾ പലതും പറയുമെന്ന്. അങ്ങനെ കഅബ മാറ്റുന്നതിന് മുമ്പ് ആ വചനം ഇറങ്ങിയിരുന്നു. ആ വചനം മക്കയിലെ നിഷേധികൾ കേട്ടപ്പോൾ അവർക്ക് തീരുമാനിക്കാമായിരുന്നു, യെറൂശലേമിൽ നിന്ന് മക്കയിലേക്ക് മുസ്ലിങ്ങളുടെ ഖിബില മാറ്റപ്പെട്ടാൽ നമ്മളൊന്നും മിണ്ടാൻ പാടില്ല. അങ്ങനെ അവർ നിശബ്ദത പാലിച്ചിരുന്നുവെങ്കിൽ സയഖൂലു സുഫഹാഉ എന്ന് പറയുന്ന വചനം എവിടെ കൊണ്ടുപോയി കളയുമായിരുന്നു. എതിരാളികളുടെ കയ്യിൽ ആയുധം വെച്ച് കൊടുത്തുകൊണ്ടാണ് പലപ്പോഴും ഖുർആൻ അവരെ മനോഹരമായി ട്രോളിയത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. വെല്ലുവിളിക്കപ്പെടാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് ഖുർആൻ. മാത്രവുമല്ല, ഖുർആൻ്റെ ബദലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നയിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ മുഴുവനും അത് രചിച്ചവരുടെ മാസ്റ്റർ പീസ് ഗ്രന്ഥങ്ങളാണ്. അള്ളാഹുവിൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഖുർആൻ ഒരിടത്തും പറയുന്നില്ല. മനുഷ്യരെ വെല്ലുവിളിക്കുവാൻ, പലപ്പോഴും ഏറ്റവും വലിയ അഹങ്കാരികളെ വെല്ലുവിളിക്കുവാൻ കൊതുകിനെയും അതേപോലെയുള്ള സൂക്ഷ്മജീവികളെയും, ഇവിടെ ഇതാ ഒരു വൈറസിനെയൊക്കെ പറഞ്ഞേക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ അക്ഷര സാഹിത്യത്തിൻ്റെ ശക്തി കൊണ്ട് മറികടക്കാൻ പോയിട്ട് അതിൻ്റെ സമീപത്ത് എത്താൻ പോലും സാധിക്കില്ല എന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഓരോ നിമിഷവും ഖുർആൻ ലോകത്തിന് കാട്ടിക്കൊടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഈ സത്യത്തെ നിസാരവൽക്കരിക്കുന്നവരോട് ഒരു വാക്ക് കൂടി പറയട്ടെ. നിങ്ങൾ ഇതിനെ സമീപിക്കുമ്പോൾ ലോക ചരിത്രത്തിൽ ഇതിനെ സമീപിച്ചവർ എങ്ങനെ സമീപിച്ചു എന്നുകൂടി മനസ്സിലാക്കണം. എല്ലാവരും അംഗീകരിക്കുമെന്ന് ഖുർആൻ തന്നെ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. പക്ഷേ അതിനെ വിമർശനാത്മകമായി സമീപിച്ചവർ ഉന്നയിച്ച വാദങ്ങളിലെല്ലാം ഒരു പാണ്ഡിത്യത്തിൻ്റെയും ഒരു വിവര വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു മാന്യതയുടെയും സംസ്കാരത്തിൻ്റെയും അടയാളങ്ങളുണ്ടായിരുന്നു. അത് സ്വാഭാവികമായി മാനുഷികമായ ഒരു മാന്യതയാണ്. ആ മാന്യത പോലുമില്ലാതെ അവരുടെ അർഹതയുടെ ഏഴായലത്ത് പോലും എത്താത്ത ഇവിടെയുള്ള പലരും കാട്ടിക്കൂട്ടുന്നത് സ്വയം ഇളിഭ്യരാകുവാനും സ്വയം പരിഹാസ്യരാകുവാനും മാത്രമേ കാരണമാവുകയുള്ളൂ. വിശുദ്ധ ഖുർആനെ ബഹുമാനിക്കുന്നവരും വിശുദ്ധ ഖുർആനും മുന്നോട്ട് തന്നെ പോകും. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ് വലകിൻ യഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ മുശ്രികൂൻ.